നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, സർവേശ്വര, മള്ളിയൂരപ്പ ഭഗവാനെ, ശാസ്താവേ, മഹാദേവ, നാരായണ, ഭഗവതി, എല്ലാവരെയും പൊന്നു ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ശ്രീമൽ ഗണേശപുരാണത്തിൻ്റെ സപ്താഹരൂപത്തിലുള്ള ഒരാവിഷ്കരണമാണ് ഈ വരുന്ന 7 ദിവസം കൊണ്ട് നമ്മൾ പൂർത്തിയാക്കാൻ പോകുന്നത്. നാളെ മുതൽക്ക് അതിൻ്റെ നിർവിഘ്നമായിട്ടുള്ള നടത്തിപ്പിനും പരിസമാപ്തിക്കുമായിട്ട് ആ മള്ളിയൂർ ഗണപതി ഭഗവാന്റെ ഗുരുവായൂരപ്പനെ മടിയിലിരുത്തിയിരിക്കുന്ന ആ വിഘ്നേശ്വരൻ്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എൻ്റെ ഭാഗവത ഗുരുനാഥൻ ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ തൃപാദങ്ങളിൽ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പരമഗുരുവായിട്ടുള്ള ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ആ ഗുരുപരമ്പരകളിലുള്ള സമസ്ത ഗുരുനാഥന്മാരെയും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എല്ലാ ആചാര്യന്മാരെയും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ബീജപൂരഗദേക്ഷുകാർമുകരുജാചക്രാബ്ജപാശോൽപല വ്രീഹിസ്വവിഷാണരത്നകലശപ്രോദ്യൽകരാംഭോരുഹ ധേയോ വല്ലഭയാച പത്മകരയാ സൃഷ്ടോജ്വൽഭൂഷയാ വിശോൽപത്തിവിനാശസംസ്ഥിതികരോ വിഘ്നോ വിശിഷ്ടാർത്ഥത ഗണേശോ വപ്പായാത് പ്രണമത ഗണേശം ജഗദിദം ഗണേശേനത്രാതം നമൈഹ ഗണേശായ മഹദേ ഗണേശാന്യാസ്ത്യന്യസ്തി ജഗതി ഗണേശസ്യ മഹിമ ഗണേശേ മച്ചിത്തം നിവസതു ഗണേശത്വമവമാം. ആ മഹാഗണപതി എല്ലാവരെയും മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗണേശപുരാണത്തിൻ്റെ ഈ ചെറിയ മഹാത്മ്യ പ്രഭാഷണത്തിന് ആരംഭിക്കുകയാണ്. ഗണേശപുരാണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ ഇപ്പം ഭാഗവതത്തിനും അതേപോലെ തന്നെ ശിവപുരാണത്തിനാണെങ്കിലും ദേവീ ഭാഗവതത്തിനാണെങ്കിലും ഒക്കെ മാഹാത്മ്യ വർണ്ണനയുണ്ട്. മറ്റു പുരാണങ്ങളിൽ ഈ പുരാണത്തിൻ്റെ മാഹാത്മ്യം എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പം പത്മപുരാണത്തിലും സ്കാന്ദപുരാണത്തിലും ഭാഗവതത്തിനും മാഹാത്മ്യമുണ്ട്. അതിൽ പത്മപുരാണമാണ് നമ്മൾ കൂടുതലും വായിക്കുന്നത്. ദുന്ദുകാരുടെ കഥയൊക്കെ വരുന്നത് അതിലാണ്. നാരദ മഹർഷി വൃന്ദാവനത്തിൽ ഭക്തിയും പുത്രന്മാരായിട്ടുള്ള ജ്ഞാനവൈരാഗ്യങ്ങളെയൊക്കെ കാണുന്നതും ഒക്കെ പത്മപുരാണത്തിലാണ്. സ്കാന്ദപുരാണത്തിൽ അതേപോലെ വിശേഷമായിട്ട് വേറൊരു മാഹാത്മ്യം ഭാഗവതത്തിനുണ്ട്. ശിവപുരാണത്തിനും മാഹാത്മ്യമുണ്ട്, ദേവീ ഭാഗവതത്തിനും മാഹാത്മ്യമുണ്ട്. ഗണേശപുരാണത്തിന് മാഹാത്മ്യങ്ങളൊന്നും തന്നെ കണ്ടുകിട്ടിയിട്ടില്ല. ഗണേശപുരാണത്തിൻ്റെ മാഹാത്മ്യം ഗണേശപുരാണം തന്നെയാണ്. ഗണേശപുരാണത്തിൽ ഒരു കഥയുടെ നമ്മൾ സാധാരണ ഒരു കഥ പറയുമ്പോൾ ഒരു ആർക്ക് എന്ന് പറയും, ഒരു കഥയുടെ ഒരു പോക്ക്. ആ കഥയുടെ പോക്കിൽ മഹാഭാവിയായിട്ടുള്ള ഒരാൾ, പൂർവത്തിൽ അത്രയധികം മഹാഭാവങ്ങൾ ചെയ്തിട്ടുള്ള ഒരാൾ ഈ ഗണേശപുരാണ ശ്രവണം കൊണ്ട് മോക്ഷം ലഭിച്ച് ദിവ്യശരീരിയായിട്ട് മാറുന്നത് ഗണേശപുരാണത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് മാഹാത്മ്യം വേറെ വായിക്കേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ 7 ദിവസം കൊണ്ട് ഗണേശപുരാണം ശ്രവിക്കുമ്പോൾ അത് അവസാനിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ മാഹാത്മ്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്നത് വെറും ഒരു മുഖവുര മാത്രമാണ്, ഒരു ഹ്രസ്വമായിട്ടുള്ള ഒരു മുഖവുര. അതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം ഗണപതി ഭഗവാന്റെ മാഹാത്മ്യത്തിനെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ തന്നെ കടലിലെ ജലത്തിനെ എടുത്തിട്ട് അളക്കാൻ നോക്കുന്നത് പോലുള്ളൊരു വൃദ്ധാശ്രമമാണ്. ആദ്യ പൂജ്യൻ, പ്രഥമ ഗണനീയൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ഗണപതിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഭഗവാന്റെ തത്വത്തെക്കുറിച്ച് കാര്യമായിട്ട് നമ്മൾ ഇന്ന് സനാതനധർമ്മത്തിൽ ചരിക്കുന്നവർ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. ഗണപതി ഭഗവാന് ശരിക്കും 2 ഭാവമാണ് പ്രാചീന കാലത്തുണ്ടായിരുന്നത്. ഇന്ന് അനവധി ഭാവങ്ങളിൽ ഗണപതി ആരാധിക്കുന്നുണ്ടെങ്കിലും ഇന്നും ഭഗവാന്റെ ഈ 2 ഭാവങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം. പഴയ കാലങ്ങളിൽ
ഗണപതിയുടെ 2 വിഗ്രഹം വെച്ചിട്ട് പൂജ കഴിച്ചിരുന്നു എന്നാണ്. അതായത് ഒരു ശ്രീലകം ഉണ്ടെങ്കിൽ അവിടെ 2 വിഗ്രഹം ഉണ്ടാവും, ഒരു പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ 2 വിഗ്രഹം ഉണ്ടാവും. ഈ 2 ഭാവങ്ങളെ മനുഷ്യ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് അപകടമാണ്, ഒന്ന് അതിൽ നിന്നുള്ള മോചനമാണ്. തടസ്സം ഉണ്ടാക്കുന്ന ഒരു ഗണപതി, തടസ്സങ്ങളെ നീക്കുന്നൊരു ഗണപതി, ഇവര് 2 പേരെയും പൂജിക്കണം എന്നാണ്. തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ആള് വിഘ്നേശ്വരനും, തടസ്സം മാറ്റുന്നത് വിനായകനും. അപ്പൊ വിഘ്നേശ്വരനും വിനായകനും എന്ന് പറഞ്ഞിട്ട് 2 ഭാവം എപ്പോഴും കാണും. ഇങ്ങനെയാണ് പണ്ട് പൂജ കഴിച്ചിരുന്നത്. ഇന്നും ഗണപതിയോട് പ്രാർത്ഥിക്കുമ്പോൾ തടസ്സമുണ്ടാക്കുന്നവനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് തടസ്സം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയും, തടസ്സം മാറ്റുന്ന ഗണപതിയുടെ അടുത്ത് ഇനി തടസ്സങ്ങൾ ഇല്ലാണ്ടിരിക്കണേ എന്നും. ഒന്ന് ക്യൂറേറ്റീവാണ്, ഉള്ള അസുഖം മാറ്റല, മറ്റേത് അസുഖം വരാതിരിക്കാനുള്ള പ്രിവെന്റീവാണ്. ഇങ്ങനെ 2 ഭാവത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നത്. ഈ തടസ്സം എന്താ? നമ്മൾ പറഞ്ഞു തടസ്സം, നമ്മുടെ കാര്യ തടസ്സം, നമ്മൾ അത് ചെയ്യാൻ പോകുമ്പോൾ തടസ്സം, ഇത് ചെയ്യാൻ പോകുമ്പോൾ തടസ്സം, സ്വപ്നങ്ങൾക്ക് തടസ്സം, ആരോഗ്യത്തിന് ഹാനി, ഇതൊക്കെ തടസ്സം. ചുരുക്കി പറഞ്ഞാൽ എല്ലാം തടസ്സം. പക്ഷെ എന്താ തടസ്സം? തടസ്സം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരമാണ് ഏറ്റവും വലിയ തടസ്സം. അവിടെ അഹങ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും എന്ന് നമ്മൾ പറയുന്നതാണ് അഹങ്കാരം എന്ന്. പക്ഷെ വാസ്തവത്തിൽ അതല്ല. അത് മാത്രമല്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയണതും അഹങ്കാരമാണ്. അപ്പൊ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയണവനൊക്കെ തടസ്സം, അയാളുടെ മുന്നിൽ ഒരു വഴിയും തുറക്കില്ല. ഇനി എന്നെ കൊണ്ട് എന്തും സാധിക്കും എന്ന് പറഞ്ഞിട്ട് താൻ പോരിമ പറഞ്ഞ് നടക്കുന്ന ആൾക്കും സകലതും തടസ്സമാണ്. ഈ 2 തടസ്സങ്ങളുടെയും കാഴ്ചപ്പാടിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് 2ലും നമ്മൾ നമ്മുടെ ഒരു വികാരത്തിനെ കൊണ്ട് കലർത്തുന്നുണ്ട്. നമ്മുടെ മനസ്സിന്റെ വികാരങ്ങളെ നമ്മൾ കലർത്തുന്നുണ്ട്. ചില കാര്യങ്ങൾ നടക്കാൻ പാടില്ല എന്നാണ് നമ്മൾ കരുതുക. കാരണം നടന്നാൽ അത് വലിയ ആപത്താണ്, അല്ലെങ്കിൽ അത് നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കും എന്ന് നമ്മൾ പറയും. പക്ഷെ ചില കാര്യങ്ങളാണെങ്കിൽ സുഖത്തിന് വേണ്ടിയിട്ട് അത് നമുക്ക് നടക്കണം, എന്നാലേ സുഖമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയും ആഗ്രഹിക്കും. പക്ഷെ ഇതിങ്ങനെ നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് രാഗമായി മാറും. അത് നടക്കാണ്ടായ അതിൽ നിന്ന് ദുഃഖം, ദ്വേഷം ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് പ്രവൃത്തിയിലും ഇതിൻ്റെ പ്രസരണമാണ് ആ പ്രവൃത്തിയെ കളങ്കം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിനെ ആദ്യം എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഏത് പ്രവൃത്തിയിലേക്ക് ഇറങ്ങാൻ. ഏത് പ്രവൃത്തിയിലേക്ക് ഇറങ്ങുമ്പോഴും വികാരത്തെ കൂട്ടുപിടിക്കാണ്ട്, സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ വെറുത്തിട്ടോ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ വികാരം അവിടെ കലരുണ്ട്. നമ്മൾ പറയും ഞാനത് ചെയ്തു കൊടുത്തു, പക്ഷെ ഞാൻ വെറുത്തിട്ട് ചെയ്തു കൊടുത്തതാണ്. ചിലത് പറയും അവൻ ചോദിച്ചു പോലുമില്ല, ഞാൻ സന്തോഷത്തോടെ അങ്ങോട്ട് ചെയ്തു കൊടുത്തതാണ്. കാരണം നമ്മളതിൽ നമ്മുടെ വികാരത്തെ മിക്സ് ചെയ്തു. അമ്മ കുഞ്ഞിന് കൊടുക്കുന്നത്, കുഞ്ഞ് എത്ര വികൃതി കാണിച്ചാലും സ്നേഹത്തോടെ വികാരം കലർത്തിയ കൊടുക്കുന്നു. പക്ഷെ അതിലും തടസ്സങ്ങൾ വരാം. വികാരം കലർത്തുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം അങ്ങനെ നടക്കരുതെന്ന് വിചാരിച്ചിട്ട് അത് നടന്നാൽ നമുക്ക് സ്തോഭം ഉണ്ടാവും, വിഷമം സംഭവിക്കും. അതുകൊണ്ട് മനസ്സിനെ അടക്കി ബുദ്ധിയെ വികാരരഹിതമാക്കിയിട്ട് വേണത്ര ഏത് പ്രവൃത്തിയും ചെയ്യാൻ. അപ്പൊ എന്താ വെച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കും ഔട്ട്പുട്ട്, കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് കൊടുക്കും. അങ്ങനെ വികാരരഹിതമായിട്ടുള്ള ബുദ്ധി കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. വികാരരഹിതമായിട്ടുള്ള ബുദ്ധിയുടെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ, അതിലേക്ക് നല്ലത് ഇട്ട് കൊടുത്താലും ചീത്ത ഇട്ട് കൊടുത്താലും അതിനെ കത്തിച്ച് ചാമ്പലാക്കും, ദഹിപ്പിക്കും. ദഹനശക്തി വളരെ അധികമാണ് ശുദ്ധമായിട്ടുള്ള വികാരമില്ലാത്ത ബുദ്ധിക്ക്. എന്തു കൊടുത്താലും കഴിക്കും. അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നമ്മുടെ കാലഘട്ടത്തിൽ മനുഷ്യന് 2 തരത്തിലാണ് പ്രശ്നം. ഒന്ന് അറിവ് കൂടിപ്പോയിട്ടുള്ള കുഴപ്പം, 2 ഒന്നും അറിയാത്തതിന്റെ കുഴപ്പം. ഇത് 2ഉം കുഴപ്പമാണ്. ഈ 2 കുഴപ്പവും ദഹിപ്പിക്കപ്പെടണം. അങ്ങനെ വരുന്ന ബുദ്ധിയെ നമ്മൾ വിളിക്കുന്നതാണ് ശുദ്ധ ബുദ്ധി. ഈ ശുദ്ധ ബുദ്ധിക്ക് ഒരു രൂപം കൊടുത്തു ആചാര്യന്മാർ. അതാണ് ഗണപതി ഭഗവാൻ. ആനയുടെ മുഖം കൊടുത്തിരിക്കുന്നു, ആനയുടെ മസ്തകം, ആനയുടെ ശിരസ് തന്നെ വികസിച്ച ബുദ്ധിക്ക് തുല്യം.
ഗണപതി ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് ഭഗവാനെ അങ്ങിപ്പോൾ എന്താ വിചാരിക്കണേ എന്ന് നമ്മൾ ചോദിച്ചാൽ അദ്ദേഹം ഇങ്ങനെ നോക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ തലയിലോടുന്ന ചിന്ത എന്താണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ മുഖഭാവം കൊണ്ട് നമുക്ക് സാധിക്കില്ല. ഇത് ദേഷ്യത്തിലാണോ, സന്തോഷത്തിലാണോ, ദുഃഖത്തിലാണോ, ഇനി ഉറങ്ങുകയാണോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ശുദ്ധബുദ്ധിയുടെ സ്വഭാവമാണ്. അതിൽ വികാരം കാണാൻ പറ്റില്ല. നിർവികാരനാണ്. നിർവികൽപ്പൻ, നിരാകാരൻ, നിർവികാരൻ. ഈ നിർവികാരാവസ്ഥ ഉള്ളപ്പോൾ മാത്രമേ എന്തതിലേക്ക് കൊടുത്താലും ദഹിക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് വേണോ, ഇത് ശരിയാണോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ. നമ്മൾ സാധാരണ ഒരു പ്രഭാഷണമൊക്കെ കേൾക്കുന്ന സമയത്ത് ഇപ്പം ഞങ്ങൾ സിനിമയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാരുടെ കണ്ണിലേക്കാണ് നോക്കുക. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കുട്ടിക്കാലത്ത് നമുക്കറിയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്. നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരോട് വളരെ കാര്യമായിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർ ആ എന്നൊക്കെ പറയുന്നുണ്ടാവും. നമുക്കറിയാം അവർ നമ്മളെ നോക്കുകയാണെങ്കിൽ അവർ വേറെന്തോ ആലോചിക്കണം. നമ്മൾ പറയും ശ്രദ്ധിക്കണില്ല, ഇങ്ങോട്ട് നോക്കൂ, ശ്രദ്ധിക്കൂ എന്ന് നമ്മൾ പറയും. ഇതെങ്ങനെ അറിയണേ? മനുഷ്യന് നൈസർഗികമായിട്ടൊരു കഴിവുണ്ട്, ഒരാൾ ശ്രദ്ധിക്കണ്ടോ ഇല്ലയോ എന്ന് പറയാനുള്ള കഴിവ്, അല്ലേ? അതെങ്ങനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശ്രദ്ധയുടെ പ്രത്യേകതയാണ്. നമ്മളൊരു ആളൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ തലയുടെ ഉള്ളിൽ വേറൊരു റീൽ ഓടിക്കൊണ്ടിരുന്ന ഇയാൾ പറയണതൊന്നും കേൾക്കൂല, നമ്മുടെ ശരീരം അവിടെ ഇരിക്കണമെന്ന് മാത്രം. ഇപ്പൊ തന്നെ ഇവിടെ ഇരുന്ന ഇത്രയും വൈകി തുടങ്ങാൻ, വീട്ടിൽ പോകണം, ഇത്ര ദൂരമുണ്ട്, അടുക്കളയിൽ പോയിട്ട് ഇനി വീട്ടിലുള്ളവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കണം, വണ്ടി കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത് വൃഥാവിലാണ്, അല്ലേ? ആ വൃഥാവാവാതിരിക്കാൻ ഈ ശുദ്ധബുദ്ധി വികസിപ്പിച്ചെടുക്കണം. അതിനെ വികസിപ്പിച്ചെടുക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുദ്ധബുദ്ധിയുടെ വികാസം തന്നെയാണ്. അതുകൊണ്ട് ഗണപതിയുടെ ഉപാസന കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം ശ്രദ്ധയാണ്. ഏത് ജോലിക്ക് ഇറങ്ങുമ്പോഴും ഏത് കർമ്മത്തിനിറങ്ങുമ്പോഴും ഭഗവാനെ ആദ്യം പൂജ കഴിക്കണതിൻ്റെ കാര്യം ഈ വികാരരഹിതമായ ശുദ്ധബുദ്ധി ഉണ്ടാവാനും അതുവഴി ശ്രദ്ധ ഉണ്ടാവാനും വേണ്ടിയിട്ടാണ്. കാരണം ഇതില്ലെങ്കിൽ ലോകത്തിൽ ഒരു കർമ്മത്തിനും ഫലപ്രാപ്തിയില്ല. അത് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ശരി, പഠിക്കുകയാണെങ്കിൽ ശരി, കല്യാണം കഴിക്കുകയാണെങ്കിൽ ശരി, എന്തും ദിവ്യമോ ലൗകികോ എന്തോ ആയിക്കോട്ടെ, ഏത് ക്രിയയിലും ഭഗവാൻ പ്രഥമഗണനീയനായി തീരുന്നതിൻ്റെ കാരണം ഇതാണ്. മാത്രമല്ല എന്തിനേയും ദഹിപ്പിക്കുന്ന സ്വഭാവമുള്ളവനായതുകൊണ്ട് അഗ്നിയിങ്കലാണ് അദ്ദേഹത്തെ ആരാധിക്കണതിന് മഹത്വം കൂടുതലും. അതുകൊണ്ടാണ് ഈ ഗണപതി ഹോമത്തിന് ഇത്ര പ്രാധാന്യം. ഇനി യോഗശാസ്ത്രത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 6 ചക്രങ്ങൾ പ്രധാനമായിട്ടുണ്ട്. 7ാമത്തെ ചക്രം സഹസ്രാരാണ്, നമുക്കൊക്കെ അറിയാം. എല്ലാവരും ചൊല്ലി പഠിച്ചിട്ടുണ്ട്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂര ചക്രം, അനാഹത ചക്രം, വിശുദ്ധി, ആജ്ഞ വരെ 6. ഇവിടെ സഹസ്രാര 7ാമത്തെ. അതിൽ ആദ്യത്തെ ചക്രത്തിൻ്റെ പേര് മൂലാധാര എന്നാണ്. വാസ്തവത്തിൽ മനുഷ്യ ശരീരത്തിൽ 119 ചക്രങ്ങളുണ്ട്. ഈ 119 ചക്രങ്ങളിൽ കൂടെ സാക്ഷാത്കാരം കിട്ടുള്ളൂ. 120 ഉണ്ടായിക്കൂടെ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മളല്ല ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. പണ്ട് 119 ഉള്ളൂ ഉമേ എന്ന് മഹാദേവൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് വന്ന കാലത്ത് നമ്മുടെ അടുത്ത്. അപ്പം അമ്മയ്ക്കത് സ്ത്രീകളല്ലേ, അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ ഒരു വിഷമം. അതങ്ങനെ പറയാൻ പറ്റുക? 120 ഉണ്ടായിക്കൂടെ, അല്ലെങ്കിൽ 121 ഉണ്ടായിക്കൂടെ? അല്ല, 119 ഉള്ളൂ കുട്ടി എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് സമ്മതമില്ല. അമ്മ പറഞ്ഞു ഞാൻ കണ്ടുപിടിക്കും. അമ്മയും യോഗിനിയാണ്, എന്നാ ആയിക്കോട്ടെ, ഭഗവാൻ തടയൊന്നുമില്ല. നമ്മുടെ കാലഘട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, ശിഷ്യന്മാർ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കയറി ചാടിക്കയറിട്ട് അവരെ ശപിച്ചോളെ. ഭഗവാൻ അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതാണെങ്കിൽ പോലും പരീക്ഷിച്ച് നിരീക്ഷിച്ചറിഞ്ഞ് മാത്രം സ്വീകരിക്കാമെന്നാണ് പറഞ്ഞു. അമ്മയോട് പറഞ്ഞു താൻ പരീക്ഷിച്ചോളൂ, കുഴപ്പമില്ല പറഞ്ഞു. അമ്മ അനേകായിരം വർഷങ്ങൾ തപസ് ചെയ്ത് നോക്കി. ഓരോ ചക്രങ്ങൾ ഉണർത്തി 119 ഉണർന്നു. പിന്നെയും തപസ് ചെയ്തു. പിന്നൊരു ചക്രം ഇല്ല ഉണരാൻ. അനവധി കാലം ശ്രമിച്ചു നോക്കി. ഇനി ഈഗോയി എങ്ങനെ ഭഗവാനോട് പോയിട്ട് പറയും? അവസാനം അഹങ്കാരം അടങ്ങി മഹാദേവന്റെ അടുത്ത് പോയിട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, നാഥ അവിടുന്ന് പറഞ്ഞത് സത്യമാണ്, 119 ചക്രമേ ഉള്ളൂ, അതിൻ്റെ മുകളിൽ ചക്രമില്ല പറഞ്ഞു. ഭഗവാൻ ഒന്നും വേണ്ടിയില്ല, ഓം എന്ന് മാത്രം ഉച്ചരിച്ചു. ഈ 119 ചക്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചക്രം ഉണർത്തിയവനാണ് നമ്മൾ ഇന്ന് ആരാധിച്ചുകൊണ്ട് നടക്കുന്ന പല രോഗഗുരുക്കന്മാരും. ആകെ ഒരു ചക്രം ഉണർത്തിയാണ്. അപ്പൊ മഹാദേവന്റെ മഹത്വം ആലോചിച്ച് നോക്കൂ. 119 ചക്രം ഉണർത്തിയവനോ. ആ 119 ചക്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ടാണ് ഈ 7 എണ്ണം. അതിൽ ഈ 6 എണ്ണം
കടന്നാൽ മാത്രമേ ഏഴാമത്തെ കിട്ടുള്ളൂ. ഈ ഏഴാമത്തെ കിട്ടണമെങ്കിൽ ആണ് വൈകുണ്ഠത്തിന് 6 ഗേറ്റാണ്. ജയവിജയന്മാർ കാവൽ നിൽക്കുന്നത് ഇവിടെയാണെന്നൊക്കെ പറയണത്. വൈകുണ്ഠം ഇവിടെ, കൈലാസം ഇവിടെ, ഗോലോകം ഇവിടെ, സകലതും ഇവിടെ. പക്ഷേ ഈ 6 കടക്കണമെങ്കിൽ ആദ്യം ഒന്നിന്ന് തുടങ്ങണം. ആ ഒന്നിന്ന് തുടങ്ങണമെങ്കിൽ എവിടുന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ മൂലാധാരത്തിൽ നിന്ന് തുടങ്ങണം. ശരീരത്തിൻ്റെ താഴോട്ട് ഊർധ്വലോകങ്ങളുണ്ട്. 14 ലോകം എവിടെ? അവിടെ തന്നെയാണ്. 7 മേപ്പോട്ട് 7 താഴോട്ട്. അതിൽ മൂലാധാരമാണ് സെൻറ്റർ പോയിന്റ്. ആ സെൻറ്റർ പോയിന്റിൻ്റെ അതിദേവനാണ് ശുദ്ധബുദ്ധി, ഗണപതി. അപ്പം ശുദ്ധബുദ്ധി ശരിക്കും എവിടെ ഇരിക്കണം? തലച്ചോറിലല്ല, മൂലാധാരത്തിലാണ്. മൂലാധാരമാണ് എല്ലാ മനുഷ്യൻ്റെയും ലൗകിക ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അവിടുന്ന് കുണ്ഡലിനി 3.5 ചുറ്റായിട്ട് സർപ്പാകൃതിയിൽ ഇങ്ങനെ കിടക്കുകയാണ്, ത്രികോണാകൃതിയിലുള്ളൊരു കുണ്ഡത്തിൽ. അതിനെയാണ് അഗ്നികുണ്ഡം. അതുകൊണ്ടാണ് ഈ ഹോമകുണ്ഡത്തിൽ ഗണപതി ആരാധിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം. ഗണപതിയാണ് അതിൻ്റെ ലോഞ്ച് പാഡ്. നമ്മൾ റോക്കറ്റ് മേലോട്ട് വിടുമ്പോൾ ഒരു ലോഞ്ചിങ് പാഡ് വേണ്ടേ? എവിടെ ചവിട്ടിയിട്ടാ ചവിട്ടി കുതിക്കേണ്ടത്? ചവിട്ടി മേലോട്ട് കുതിക്കാൻ പറ്റണ്ടേ? ആ ചവിട്ടാനുള്ള സ്ഥലം ആരാ? അത് ഗണപതിയാണ്. അവിടുന്ന് ഇത് മേലോട്ട് ചാട്ടുളി പോലെ ഓരോ ചക്രം ഭേദിച്ച് പോകുമ്പോൾ ലളിതാ സഹസ്രനാമത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന നാമങ്ങളൊക്കെ വരും. ബ്രഹ്മഗ്രന്ഥി വിഭേദിനി, വിഷ്ണുഗ്രന്ഥി വിഭേദിനി, രുദ്രഗ്രന്ഥി വിഭേദിനി എന്നൊക്കെ പറഞ്ഞാൽ ഭേദിച്ചു. ഈ മേലോട്ടുള്ള യാത്രയാണ് ഗണപതി. ഗണപതിയാണ് ഇതിനെ കൊണ്ടുപോകുന്നത് മേലോട്ടേക്ക്. അതിനാണ് അദ്ദേഹത്തിനെ ആദ്യമേ വിളിക്കുന്നത് ഏത് പ്രവൃത്തിയിലും. ഇത് അവിടെ ചെന്ന് സമ്മേളിക്കും. ഈ ദേവിയുടെ ചൈതന്യം, ശക്തി സഹസ്രാരത്തിലെ പരബ്രഹ്മമായിട്ട് സമ്മേളിക്കും. സഹസ്രാര സ്ഥാനം എന്ന് പറയും കുഞ്ഞുവാവകളുടെയൊക്കെ തലയിൽ വളരെ സോഫ്റ്റായിട്ടൊരു സ്ഥലം ഉണ്ടാവും, കണ്ടിട്ടുണ്ടോ? അതിന് തൊട്ട് മുകളിൽ ഏകദേശം ഒരു വിരൽ ഉയരത്തിലാണ് ഈ ചക്രം നിൽക്കുക. അതിൽ സമ്മേളിക്കുമ്പോഴാണ് ഈ 1000 ഏതറുള്ള താമര വിരിയണതും അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലി ലോഭനി എന്നൊക്കെ പറയണത് അപ്പോഴാണ്. കരിങ്കൂവളപ്പൂക്കളുടെ നിറം എന്ന് പറയണു. എന്താ കരിങ്കൂവളപ്പൂക്കളുടെ നിറം എന്ന് പറഞ്ഞു വെച്ചാൽ അതിന് വയലറ്റാണ് നിറം. വയലറ്റാണ് ആ ചക്രത്തിൻ്റെ നിറം. ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഗണപതിയാണ് ഇത് മുഴുവൻ സാധിപ്പിച്ചു തരുന്നത്. എന്നിട്ട് ഇത് അവിടെ ചെന്നതിന് ശേഷം പൂത്തിരി ഇങ്ങനെ ആകാശത്ത് പോയിട്ട് അങ്ങോട്ട് ടപ്പ് പറഞ്ഞ് പൊട്ടും, അങ്ങനെ താഴേക്ക് വരില്ലേ? അതിൻ്റെ ആ സ്ഫുലിംഗങ്ങളും അഗ്നിയും ഒക്കെ ഇങ്ങനെ നക്ഷത്രങ്ങൾ ഇങ്ങനെ താഴേക്ക് വരുന്ന മാതിരി താഴോട്ടുള്ള സഞ്ചാരത്തിനെയാണ് നമ്മൾ സുബ്രഹ്മണ്യൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ജ്യേഷ്ഠനും അനിയനും വാസ്തവത്തിൽ പ്രപഞ്ചത്തിൽ ഏത് ദേഹത്തിലും ഈ ക്രമത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗണപതി ജ്യേഷ്ഠനും സുബ്രഹ്മണ്യസ്വാമി അനിയനുമായത്. പക്ഷെ പുരാണത്തിൽ സുബ്രഹ്മണ്യസ്വാമി ജ്യേഷ്ഠനും ഗണപതി അനിയനുമാണ്. ഗണപതിക്ക് ജ്യേഷ്ഠരാജ പദവിയാണ് കൊടുത്തിട്ടുള്ളത്, ചേട്ടൻ. പക്ഷെ ജ്യേഷ്ഠൻ വെച്ചാൽ ആദ്യം സ്മരിക്കേണ്ടവൻ, ആദ്യം പൂജിക്കേണ്ടവൻ, ഒന്നാമതായിട്ട് ചിന്തിക്കേണ്ടവൻ എന്നൊക്കെ അർത്ഥം. അതുകൊണ്ട് വേദത്തിൽ ഗണാനാം ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീനാവസ്രവസ്തമം ജ്യേഷ്ഠരാജം എന്ന് പറഞ്ഞതിന് ശേഷം ബ്രഹ്മണാം എന്ന് പറഞ്ഞ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മണസ്പദ ആന ശൃണ്വന്നോദിവി സീതസാധനം. ഗണപതിക്കൊരു പേരുണ്ട്, ഗജാനനൻ എന്ന് പറയും. അവിടെ നമ്മൾ ഗജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും ആനയാണ്. അത് ലൗകികാർത്ഥ. വേദത്തിന് അങ്ങനെ അർത്ഥങ്ങളേ ഇല്ല. വേദത്തിന് വേറൊരു ഡിക്ഷണറിയാണ്. വേദത്തിൽ ഡിക്ഷണറി ഇല്ലാണ്ട് നമ്മുടെ സാധാരണ സംസ്കൃതത്തിൻ്റെ അർത്ഥം വെച്ചിട്ടാണ് കഴിഞ്ഞൊരു 600 കൊല്ലത്തിലധികമായിട്ട് സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥങ്ങളെ ഇവിടെ പലരും വ്യാഖ്യാനിച്ചു വന്നത്. അതിന് കാരണങ്ങളുണ്ട്. ഈ പുറത്തുള്ള മറ്റ് എബ്രഹാമിക് റിലീജിയൻസിൻ്റെ മതങ്ങളുടെ സ്വാധീനമാണ് അതിനൊരു പ്രധാന കാരണം. അത് സായണം തൊട്ടിട്ട് ആ കുഴപ്പം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്രിഫിത്തിനെയൊക്കെ പോലുള്ള ആൾക്കാരൊക്കെ വേദം ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചപ്പോൾ എന്തെഴുതി വെച്ചു? ഗോപാലൻ എന്ന് പറഞ്ഞാൽ അവരെഴുതും ഗോക്കളെ പാലിക്കണവൻ, പശുവിനെ നോക്കണവൻ. എന്നാൽ വേദത്തിലെ അർത്ഥം അതാണോ? അതല്ല അർത്ഥം. നമ്മൾ വനമാല എന്ന് പറയും. വനമാല എന്ന് പറഞ്ഞാൽ മാലയല്ല അത്. അതിനൊരർത്ഥമുണ്ട്. ആ അർത്ഥം അറിയണമെങ്കിൽ യാസ്കൻ്റെ നിരുക്തം പഠിക്കണം. വേദത്തിനൊരു കീ ഉണ്ട്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട്, റെൻ ആൻഡ് മാർട്ടിൻ അല്ലേ? അതിന് ഒരു കീ ടു റെൻ ആൻഡ് മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ബുക്ക് ഉണ്ടാവും അല്ലേ? ഒരു പുസ്തകത്തിന് അതിലുള്ള എക്സസൈസസിനൊക്കെ ആൻസർ ഉണ്ടാവും. ഇപ്പം ലേബർ ഇന്ത്യ, വിദ്യാവിജയം എന്നൊക്കെ പറഞ്ഞ പണ്ട് മാസികകളുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും, അതിനൊരു ആൻസർ ബാങ്കും ഉണ്ടാവും അല്ലേ? അതുപോലെ മീനിങ് ബാങ്കാണ് യാസ്ക മഹർഷി എഴുതിയിട്ടുള്ള നിരുക്തം. നിരുക്തം പഠിക്കാതെ വേദം പറയാൻ പറ്റില്ല. അപ്പോൾ ഗോ ശബ്ദത്തിന് യാസ്കൻ കൊടുത്തിട്ടുള്ളത് പ്രകാശരശ്മികൾ എന്നാണ്. ഋഷിമാര്, ഭക്തസംഘങ്ങൾ, സാധകർ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഗോപാലൻ ആരായി? പ്രകാശരശ്മികളെ പാലിക്കണവൻ. അർത്ഥമേ മാറിപ്പോയി. ഭക്തരെ പാലിക്കണവൻ,
ഋഷിസംഘങ്ങളെ നയിക്കണവൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഗജശബ്ദത്തിന് 2 ശബ്ദങ്ങളാണ്. ആ 2 ശബ്ദത്തിനും 2 മീനിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ പറഞ്ഞതിന് മുമ്പ് ഒരു ശബ്ദം കൂടെ പറഞ്ഞു നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു രസം മനസ്സിലാവും. അപ്പോൾ ഗു എന്നുള്ള ശബ്ദം ഇരുട്ട് എന്നർത്ഥം. രു എന്ന് പറഞ്ഞാൽ തകർക്കുക. ഇരുട്ട് തകർക്കണതാരോ അത് ഗുരു. ഇതാണ് സാമാന്യം. ഗജശബ്ദത്തിലെ ഗകാരം കൊണ്ട് ഏതൊന്നാണോ ഉത്ഭവിച്ചിട്ടുള്ള ജനിച്ചിട്ടുള്ള എല്ലാറ്റിനെയും അതിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ ഭാഗവതത്തിൻ്റെ 1-ാമത്തെ ശ്ലോകവും ബ്രഹ്മസൂത്രത്തിൻ്റെ 2-ാമത്തെ സൂത്രവും വരണ വാക്കായി ജന്മാദ്യസ്യ യഥ. ജനിച്ചിട്ടുള്ളതൊക്കെ തൊട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കൊണ്ടുപോകുന്നതും ബ്രഹ്മമാണ്. എവിടെ എത്തിക്കുന്നത്? ഉണ്ടായതൊക്കെ എവിടെയാണോ ചെന്ന് ചേരേണ്ടത് അത് ജ. അപ്പൊ ഗജശബ്ദം പറഞ്ഞാൽ കൊണ്ടുപോകുന്നതും ലക്ഷ്യത്തിലെത്തിക്കുന്നതും ലക്ഷ്യവുമായിട്ടുള്ള എന്തൊരു വസ്തു ഉണ്ടോ ബ്രഹ്മം, അത് മുഖമായിട്ടുള്ള ഗജാനൻ എന്ന് വരും. അതുകൊണ്ടാണ് ബ്രഹ്മണസ്പതിം എന്ന് പറഞ്ഞത്. വേദത്തിലെ ബ്രഹ്മാനന്ദത്തിനെയും ബ്രഹ്മസാക്ഷാത്കാരത്തിനും ഉപയോഗിക്കുന്ന വാക്കാണ് ബ്രഹ്മവർച്ചസ് എന്ന് പറയും. ഈ ബ്രഹ്മവർച്ചസിന്റെ നാഥൻ ഭഗവാനാണ്. ആത്യന്തികമായിട്ട് ഭഗവാൻ പരബ്രഹ്മ. അല്ലാണ്ട് ഭഗവാൻ ഒരു ഉപദേവനും അമ്പലത്തിന്റെ കന്നിമൂലയിൽ ഇരിക്കുന്ന ആളുമല്ല. ഗണപതിയുടെ ക്ഷേത്രങ്ങളിൽ മാത്രം ശ്രീകോവിലും അല്ലാത്തവിടെയൊക്കെ ഭഗവാൻ ഉപദേവനുമാണല്ലോ. അങ്ങനെയുള്ള ഒരാളല്ല. എല്ലാറ്റിൻ്റെയും എന്തിൻ്റെയും ഒരു ആരംഭം ഉണ്ടോ, ആ ആരംഭം എന്തിനും ബ്രഹ്മത്തിലേക്ക് കൊണ്ടുപോകുന്നതുണ്ടോ അതും ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിനല്ലാണ്ട് വേറൊന്നിനും ബ്രഹ്മത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് അതും ആയിട്ടുള്ള ആ ഗണപതി ഭഗവാനെ ഒന്ന് സ്മരിച്ചു എന്ന് മാത്രം. ഞാൻ ഇപ്പം സത്യം പറഞ്ഞ ഗണേശ തത്വം നമ്മൾ വിസ്തരിക്കാനല്ല, ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഗണേശ പുരാണത്തിൻ്റെ ഒരു ഘടന, ഇതിൻ്റെ ഒരു എളിയ ചരിത്രം, അതിൻ്റെ ഒരു വിഷയങ്ങൾ, ഇതൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞതിന് ശേഷം ഇന്നത്തെ ഈ പ്രഭാഷണം നമ്മൾ അവസാനിപ്പിക്കും. ഇന്ദ്രനെ സ്തുതിക്കുന്ന അനവധി മന്ത്രങ്ങൾ ഗണപതിക്ക് സ്തുതിയായിട്ട് ഋഗ്വേദത്തിൽ കാണാൻ പറ്റും. ഉപനിഷത്തുകളിൽ ഗണപതിക്ക് അനവധി മന്ത്രങ്ങൾ പല സ്ഥലത്തും കാണാം. അതിലൊരു ഉപനിഷത്ത് ഗണപതിക്ക് വേണ്ടി തന്നെയുണ്ട്. മഹത്തായിട്ടുള്ളൊരു ഉപനിഷത്താണ് ഗണേശ അഥർവശീർഷം എന്ന് പറയും. അതിലാണ് ഭഗവാന്റെ ഈ ഓം ഗം ഗണപതയെ നമ എന്നുള്ള മന്ത്രത്തിൻ്റെ ഉദ്ധാരം, അതായത് ആ മന്ത്രത്തിനെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഭഗവാനെ അനവധി വാക്കുകളെ കൊണ്ടൊക്കെ സ്തുതിക്കുന്നുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ ഗണേശാഥർവശീർഷത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് പുരാണത്തിൻ്റെ ഭാഗമായിട്ട് പറയാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് അതിലൊരു സ്തുതി വരും. നമോ വ്രാതപതയെ നമോ ഗണപതയെ നമപ്രമഥപതയെ നമസ്തേ അസ്തു ലംബോദരായ ഏകദന്തായ വിഘ്നവിനാശിനേ ശിവസുതായ ശ്രീവരദമൂർത്തയെ നമ എന്ന് പറയണ ആ ഭാഗം. അവിടെ ഈ വ്രാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കൂട്ടം എന്നർത്ഥം. അപ്പോൾ വ്രാതപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ജനങ്ങളുടെ അധ്യക്ഷൻ കൂടിയാണെന്നാണ്. സോ ഓട്ടോമാറ്റിക്കലി ഹി ബിക്കംസ് ലൈക്ക് സംതിങ് ലൈക്ക് എ മേയർ, ഒരു സിറ്റിയുടെ മേയർ, അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്റർ, അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ അർത്ഥം. ഒരു ജനായത്ത ഭരണ വ്യവസ്ഥയിൽ നമ്മൾ ആ ജനങ്ങളുടെ പ്രതിനിധിയുടെ ഏറ്റവും പ്രധാന പ്രതിനിധിയെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ടല്ലോ, അത് തന്നെയാണ് ഈ വ്രാതപതി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അനവധി എന്താ പറയുക അർത്ഥതലങ്ങൾ ഭഗവാന്റെ ഓരോ നാമവും എടുത്തിട്ട് പറയാം. ഇതപ്പോൾ 2-ാമത്തെ ദിവസം ഗണേശ സഹസ്രനാമം വരും. നമുക്ക് മുഴുവൻ സഹസ്രനാമം ഒന്നും പറയാൻ വ്യാഖ്യാനിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൽ ഇതൊരു ചെറിയ പുരാണമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ധൃതി പിടിച്ചൊന്നും വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ശാന്തമായിട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ആ സഹസ്രനാമത്തിൽ പറയാവുന്ന നമുക്ക് ഉപകരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് സാധാരണക്കാർക്ക് ഗൃഹസ്ഥർക്ക് പ്രത്യേകിച്ച് ഉപകരിക്കുന്ന നാമങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് നമുക്ക് സമയം അനുവദിക്കുന്നത് പോലെ തൊട്ട് നോക്കി നമുക്ക് പോകാൻ സാധിക്കും. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗണേശ പുരാണം എന്ന് പറയുന്നത് ഒരു ഉപപുരാണമാണ്. ആത്യന്തികമായിട്ട് 1906 ഇന്ത്യയിൽ ഇത് ഒരു പുസ്തക രൂപത്തിൽ അച്ചടിക്കുന്നത്. മറ്റ് പുരാണങ്ങൾ പോലെ അത്ര സുലഭമായിട്ടുള്ളൊരു പുരാണമായിട്ട് ഇത് കിട്ടിയിട്ടില്ല. എന്നാൽ ഗണപതിയുടെ ആരാധനാ സമ്പ്രദായങ്ങളിൽ നമുക്കൊരു സ്വാധ്യായത്തിനൊരു ഗ്രന്ഥം വേണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വിശേഷമാണ് ഇത്. ആചാര്യസ്വാമികളുടെ കാലത്ത് തന്നെ നമുക്കൊക്കെ അറിയാം, അന്ന് ഹിന്ദുമതം എന്ന് പറയാനോ സനാതനധർമ്മം എന്ന് താത്വികമായിട്ട് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിനൊരു ഘടനയോ രൂപമൊന്നും ഉണ്ടായിരുന്നില്ല.
ശങ്കരഭഗവത്പാദരാണ് അതിനൊരു ഘടന ഉണ്ടാക്കി കൊടുത്ത് ഓരോ ദേവതാരൂപങ്ങളെ ആരാധിക്കുന്നവരെ അവരവരുടെ അടുത്ത് നിങ്ങൾ ഇത് ആരാധിച്ചോളൂ, ഒപ്പം മറ്റുള്ളതിനെ ബഹുമാനിക്കാനും പഠിക്കൂ എന്ന് പറയണ മഹത്തായിട്ടുള്ള ആശയം പറഞ്ഞു കൊടുത്ത് അതുവഴി അവരെ കൈപിടിച്ച് ഇതൊക്കെ പരമമായിട്ടുള്ള ഒറ്റ സത്യമാണ് എന്നുള്ള അദ്വൈത ചിന്തയുടെ ആ മഹാസാഗരത്തിലേക്ക് അവരെ കൈപിടിച്ചുകൊണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അനവധി സരണികളുണ്ടായിരുന്നു. ഇപ്പം ശൈവം തന്നെ ഇന്ന് നമുക്ക് അറിയാത്ത നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എത്രയോ ആരാധനാ പദ്ധതികളുണ്ട്. അതിൽ രൗദ്ര സ്വഭാവമുള്ള സാധാരണ നമ്മൾ സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് സഹിക്കാൻ പറ്റാത്ത തരം ആരാധനകളുള്ള പദ്ധതികൾ വരെ ശിവനുണ്ടായിരുന്നു. ശാക്തേയത്തിലും ഉണ്ടായിരുന്നു, വൈഷ്ണവത്തിലും ഉണ്ടായിരുന്നു. വൈഷ്ണവത്തിൽ ബലിയുള്ള സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ എന്താ പറയുക, നെല്ലും പതിരും വേർതിരിക്കണ പോലെ വേർതിരിച്ചിട്ട് ആ മഹാത്മാവാണ് 6 പദ്ധതികളായിട്ട് അതിനെ വിഭജിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ഫോളോ ചെയ്യൂ. ആചാര്യസ്വാമിയുള്ള കാലം വരെ ശ്രീചക്രം ബ്രാഹ്മണർ തൊട്ടിട്ടില്ല, അവർ ഉപാസിക്കാറുമില്ല. കാരണം അതിൽ നരബലി പോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണോണ്ടാ. കാഞ്ചി പീഠം നരബലി നടന്നിരുന്ന സ്ഥലം. കാഞ്ചി കാമകോടി ക്ഷേത്രത്തിൽ നരബലി നടന്നിരുന്നു. ആചാര്യസ്വാമികൾ അത് നിർത്തലാക്കിയിട്ട് അവിടെ ചക്രത്തിനെ ബ്രാഹ്മണർക്ക് കൂടെ അവരുടെ അംഗീകാരം കിട്ടുന്ന തക്ക വിധത്തിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അത് സാർവലൗകികമായിട്ട് മാറിയിരുന്നു. എല്ലാവർക്കും ശ്രീവിദ്യ എന്ന് പറയുന്ന സമ്പ്രദായം കൊണ്ടുവരണം ആ മഹാത്മാവാണ്. അപ്പം കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ആദ്യം ചിട്ടപ്പെടുത്തിയത് ഗണപതിയുടെ ആരാധനയാണ്. ഗാണപത്യം എന്ന് പറയുന്ന ആരാധനയാണ് ആദ്യം ചിട്ടപ്പെടുത്തിയത്. അതിനുശേഷം അദ്ദേഹം ശക്തിയുടെ ആരാധനയാണ് ചിട്ടപ്പെടുത്തുന്നത്, ദേവിയുടെ ആരാധന. അതിനുശേഷം മഹാദേവന്റെ ആരാധന, ശൈവം, പിന്നെ വൈഷ്ണവം, അതിനുശേഷം കൗമാരം, അതിനുശേഷം സൗരം. ചിലർ പറഞ്ഞിട്ട് ഗാണപത്യത്തിന് ശേഷം കൗമാരമാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ആരാധനാക്രമമാണ് ചിട്ടപ്പെടുത്തിയതെന്നും പറയുന്നുണ്ട്. സാധ്യതയുണ്ട്. കാരണം തത്വങ്ങൾ വെച്ച് നോക്കുമ്പോൾ വരേണ്ട ക്രമം അതാണ്. ഗണപതി, സുബ്രഹ്മണ്യൻ, അമ്മ, മഹാദേവൻ, നാരായണൻ, സൂര്യൻ, ഈ ക്രമത്തിൽ. അപ്പൊ ഇതിൽ ഓരോന്നിലും അതാത് ദേവതകൾക്കാണ് പ്രാമുഖ്യം. ഗാണപത്യന്മാർ പറയും ഗണപതിയാണ് പരബ്രഹ്മം, ഗണപതിയുടെ മുകളിൽ വേറൊരു ദേവനില്ല എന്ന് അവർ പറയും. അപ്പൊ അതിനനുസരിച്ചുള്ള സ്തോത്രം, മന്ത്രം, കവചം, ഉപനിഷത്തുക്കൾ എല്ലാം ഉണ്ടാവും. കാരണം ഏതൊരു സാധനയിലും അവശ്യം വേണ്ടതാണ് ആ ദേവതയുടെ കവചം, ആ ദേവതയുടെ മന്ത്രം, ആ ദേവതയുടെ ഒരു സ്തുതി, ആ ദേവതയെക്കുറിച്ച് സ്വാധ്യായം ചെയ്യാനൊരു ഗ്രന്ഥം. ഇത് 4 നിശ്ചയമായിട്ടും ഏത് ഉപാസനയുള്ള ആളും ചെയ്തോളണം. ഇപ്പം നാരായണ ഗുരുവായൂരപ്പനെ ഉപാസിക്കണമെങ്കിൽ ആ വ്യക്തി അഷ്ടാക്ഷരം ജപിക്കുന്നതിന് മുമ്പ് നാരായണ കവചം ചൊല്ലിയിരിക്കണം. അതിനുശേഷം എപ്പോഴും കവചം ധരിച്ചിട്ടേ ജപം പാടുള്ളൂ. അത് കഴിഞ്ഞാൽ ആത്മഹർഷത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാനല്ല, ഈ ഭഗവാൻ സന്തോഷിക്കാൻ പറഞ്ഞാൽ നമ്മുടെ അകത്ത ആ ഹർഷത്തിന് വേണ്ടി സ്തുതിക്കണം. അപ്പൊ ഒരു സ്തുതി വേണം. അപ്പൊ ഭുജംഗപ്രയാതോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്തുതിയില്ല. പിന്നെ സ്വാധ്യായം, മനസ്സിനെ ഉറപ്പിക്കാൻ. കാരണം സത്സംഗം എപ്പോഴും പുറത്തുനിന്ന് കിട്ടണമെന്നില്ല, സത്സംഗം അകത്താണ്ടാവുന്നുണ്ട്. സത്തിനോട് മനസ്സ് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് അവനവൻ ദിവസം 1-2 ശ്ലോകം പഠിക്കുക, ഒരു വരിയെങ്കിലും പഠിക്കുക, ചേർത്ത് വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഭാഗവതോ നാരായണിയോ ഒക്കെ പഠിക്കും. മഹാദേവന്റെ ആണെങ്കിൽ പഞ്ചാക്ഷരം, ശിവകവചം, ഒരു ശിവമഹിമന സ്തോത്രോ ശിവപുരാണോ സ്വാധ്യായം ചെയ്യും. അമ്മയുടെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ദേവീ കവചം, ദേവിയുടെ നവാക്ഷരിയാവാം, ശ്രീവിദ്യ, വട്ടവർ. അതാ സ്കൂളുകൾ. അമ്മയ്ക്ക് പിന്നെ അനവധി വൈവിധ്യങ്ങൾ കിടക്കണോണ്ട് വളരെ രഹസ്യ സ്വഭാവം കൂടുതലാണ്. പിന്നെ സ്തുതികൾ, ഏതെങ്കിലും മഹിഷാസുരമർദ്ദിനി സ്തോത്രോ അങ്ങനെ ഏതെങ്കിലും മനസ്സിന് ഹർഷം ഉണ്ടാക്കുന്ന സ്തോത്രം, കടുകെട്ടിയാവണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ ദേവി ഭാഗവതോ ദേവി മഹാത്മ്യ സ്വാധ്യായമായിട്ട് അങ്ങനെ. അതേപോലെ ഗണപതി ഭഗവാന് ഈ ഓം ഗം ഗണപതേ നമഃ എന്നുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള മന്ത്രവും ഇത് ഇനി അതും അല്ലെങ്കിൽ ആ ഗം എന്നുള്ള ബീജം മാത്രമായിട്ടാണെങ്കിലോ ഗണപതിയുടെ കവചം, ഗണപതിയുടെ ഒരു സ്തുതി, അതേപോലെ ഗണേശ പുരാണം. അപ്പൊ ഗാണപത്യർ പറയുന്നു ഗണപതി പരബ്രഹ്മം, കൗമാരന്മാർ പറയുന്നു കുമാരൻ സുബ്രഹ്മണ്യനാണ് പരബ്രഹ്മം, ശൈവര് പറയും ശിവനാണ് പരബ്രഹ്മം, വൈഷ്ണവര് പറയും നാരായണനാണ് പരബ്രഹ്മം, അമ്മയുടെ ഉപാസകർ പറയും പരാശക്തിയാണ് പരബ്രഹ്മം, സൂര്യന്റെ ഉപാസകർ പറയും സൂര്യൻ തന്നെയാണ് പരബ്രഹ്മം. സ്കൂൾസ് മാറേണ്ടതേ ഉള്ളൂ, അടിസ്ഥാനങ്ങളൊന്നും മാറുന്നില്ല. ആത്യന്തികമായിട്ട് ഇതെല്ലാം ഒന്നാണെന്നും വരും. അപ്പൊ ഇങ്ങനെയുള്ള ഈ സിസ്റ്റത്തില് എന്തുകൊണ്ടോ മറ്റ് ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് നമുക്ക് സ്കന്ദപുരാണം ഉണ്ടെങ്കിലും സ്കന്ദപുരാണം വാസ്തവത്തിൽ സുബ്രഹ്മണ്യനെ കുറിച്ച് മാത്രമല്ല. നമ്മൾ കരുതുന്ന മാതിരി കുറേ അവതാര കഥകൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ വീരപരാക്രമങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നതല്ല.
സുബ്രഹ്മണ്യസ്വാമിക്ക് മഹാദേവന് ഉപദേശിക്കുകയും സുബ്രഹ്മണ്യസ്വാമി മറ്റുള്ളവർക്ക് ഉപദേശിക്കുകയും ചെയ്യുന്ന അനവധി കഥകളുടെ ഒരു മഹാസമാഹാരമാണ്. അതിലാണ് അനവധി മഹാക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ വരുന്നത്. മറ്റു പുരാണ ഗ്രന്ഥങ്ങളുടെ മഹാത്മ്യം വരുന്നുണ്ട്, ഭാഗവതത്തിൻ്റെ ഒക്കെ മഹാത്മ്യം ഉണ്ടായില്ല. അതുമാതിരി ഇപ്പൊ കാശി ക്ഷേത്രത്തെ കാശീകണ്ഠം എന്ന് പറഞ്ഞിട്ട് കാശിയുടെ മഹാത്മ്യം, പുരുഷോത്തമ ക്ഷേത്ര മഹാത്മ്യം പറഞ്ഞ് ജഗന്നാഥപുരിയുടെ മഹാത്മ്യം, വെങ്കടേശ്വര മഹാത്മ്യം വരുന്നുണ്ട്, വെങ്കടാചലപതിയുടെ മഹാത്മ്യം, ഇങ്ങനെ അനവധി മഹാത്മ്യങ്ങൾ, പണ്ഡർപൂറിന്റെ മഹാത്മ്യം, ഒക്കെ അനവധി മഹാത്മ്യങ്ങൾ. അതൊരു വലിയ പുരാണമാണ്. പക്ഷെ സ്കാന്തം എന്നാ നമ്മളതിനെ പറയുക. ഗണേശ പുരാണത്തിന് ആ വലിപ്പമില്ല. ഇതൊരു കുഞ്ഞു പുരാണമാണ്. ഒരു വ്യക്തിയുടെ ജീവിതയാത്രയെ പിടിച്ചുകൊണ്ടുപോയി ആ വ്യക്തി കേൾക്കുന്ന കഥകളിൽ കൂടെ ഗണപതി ഭഗവാന്റെ മഹിമ പറഞ്ഞ് ആ വ്യക്തിക്ക് പാപമോചനത്തെ കൊടുക്കുന്ന ഒരു കഥയുടെ സ്ട്രക്ചറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഉപപുരാണങ്ങളാണ് ഈ പറയുന്ന ഗണേശപുരാണം അടക്കം പല പുരാണങ്ങൾ, ഈ കുട്ടി കുട്ടി പുരാണങ്ങൾ. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഇപ്പൊ നാഗപുരാണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണാം. ഇപ്പോൾ അതൊക്കെ ഉപപുരാണങ്ങളിൽ പെട്ട ലേറ്റർ ടെക്സ്റ്റുകൾ. അതൊക്കെ 18 മഹാപുരാണങ്ങൾ കഴിഞ്ഞ് ബാക്കി വരുന്നതാണ് ഈ ഉപപുരാണങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ ഗണേശപുരാണം സ്വയം പറയണത് ഞാൻ ഉപപുരാണാണെന്നാണ്. ഗണേശപുരാണം സ്വയം പറയുന്നുണ്ട് ഞാൻ ഉപപുരാണമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഉപപുരാണങ്ങളുടെ ലിസ്റ്റിലെവിടെയും, സാമ്പ്രദായികമായിട്ടുള്ള ലിസ്റ്റിലെവിടെയും ഗണേശപുരാണം കാണാൻ പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ചാടിക്കേറിയിട്ട് അല്ല അത് കൂർമ്മപുരാണത്തിലാണ് ഉപപുരാണങ്ങളുടെ ലിസ്റ്റൊക്കെ പറയണത്. അതിന് ചില എന്താ പറയുക ഇതൊക്കെ ഉണ്ട്, പ്രമാണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഈ പുരാണത്തിൽ തന്നെ, ഗണേശപുരാണത്തിൽ തന്നെ പറയുന്നുണ്ട്, അന്യാന്യപുരാണാനി വർത്തന്തേ അഷ്ടാദശൈവച ഗണേശ നാരദീയം ച നൃസിംഹാദ്യത്യതാവിജ എന്ന് പറയുന്നുണ്ട്. ഗണേശം, നാരദീയം, നൃസിംഹം, ഇതൊക്കെ ഈ പറഞ്ഞ പുരാണങ്ങളൊക്കെ ഉപപുരാണാണെന്ന് ഗണേശപുരാണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ടിട്ടുള്ള ആ കൂർമ്മപുരാണത്തിൽ ഈ അന്യപുരാണങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് നമുക്കിത് കാണാൻ സാധിക്കില്ല. അത് പറയുന്ന ഒരു ലിസ്റ്റിൽ അവസാനിക്കുമ്പോൾ പരാശരോക്ത മാരീചം തഥൈവ ഭാർഗവാമ്യഹം എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം അവസാനിക്കുമ്പോൾ ഈ പുരാണങ്ങളുടെ ലിസ്റ്റ് മുഴുവൻ അവിടെ പറഞ്ഞിട്ട് അവസാനിക്കുമ്പോൾ ഭാർഗവം എന്ന് പറഞ്ഞിട്ടൊരു പുരാണത്തിനെ കുറിച്ച് അവിടെ പറയണ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം തൊട്ട് പറയുമ്പോൾ സനത്കുമാരൻ്റെ ഒരു പുരാണം, നരസിംഹപുരാണം, ഭാണ്ഡപുരാണം, ശിവധർമ്മപുരാണം, ദൗർവാസപുരാണം, നാരദീയ പുരാണം, കപിലപുരാണം, വാമനപുരാണം, ഔശാനസപുരാണം, ബ്രഹ്മാണ്ഡപുരാണം, വരുണപുരാണം, കാളികാപുരാണം, മഹേശ്വരപുരാണം, സാംബപുരാണം, സൗരപുരാണം, പരാശരപുരാണം, മാരീചപുരാണം, ഭാർഗവപുരാണം. അപ്പൊ ഇവിടുത്തെ ഈ ലിസ്റ്റിൽ എവിടെയും ഗണേശപുരാണം ഇല്ല. അപ്പൊ ചിലർ ചാടിക്കയറിയിട്ട് ഉടനെ പറയും ആ ഗണേശപുരാണം ഉപപുരാണത്തിൽ പെട്ടതല്ല എന്ന് പറഞ്ഞിട്ട് പറയും. പക്ഷെ നമ്മൾ ഈ ഗണേശപുരാണം എടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഇതിൻ്റെ കഥ പറയുന്നത് ഭൃഗുമഹർഷിയാണ്. ഭൃഗു എന്ത് പറഞ്ഞാലും അത് ഭാർഗവാവും. അതുകൊണ്ട് 18ാമത്തെ ഭാർഗവം എന്ന് പറഞ്ഞ പുരാണത്തിന് വേറെ ടെക്സ്റ്റ് ഒന്നും ഇന്നുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ പുരാണത്തിന് ഒറിജിനലി വളരെ പഴക്കമുണ്ടെന്നും അതിൻ്റെ യഥാർത്ഥ നാമം ഭാർഗവ പുരാണം എന്നായിരുന്നു എന്നും പറയുന്നു. ഇതേപോലെയാണ് ശിവപുരാണത്തിന് പഴയ കാലത്ത് പറഞ്ഞിരുന്നത് ശിവപുരാണം എന്നല്ല, വായുപുരാണം എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം വായുവിൻ്റെ ഒരു ഗണ്ഡം തന്നെയുണ്ട്. വായുവാണ് കഥ പറയണത് പല സ്ഥലത്തും. വായുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മുതുവറ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഈ ശിവപുരാണം കഥാകഥനം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അതിനെ വായുപുരാണം എന്ന് പറയണമെന്ന് വിസ്തരിച്ച് പറയും. യൂട്യൂബ് കിടപ്പുണ്ട് ഇപ്പോഴും, അപ്പോൾ താല്പര്യമുള്ളവർക്ക് കേട്ടു നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കതിനുള്ള സമയമില്ല. അപ്പോൾ ഭാർഗവ പുരാണം എന്ന് പറഞ്ഞിട്ട് ഈ 18ാമത്തെ ഉപപുരാണമായിട്ട് പറയുന്നത് ഗണേശപുരാണം തന്നെയാണെന്ന് ചില പണ്ഡിതന്മാർ അതിനെ വളരെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഭാണ്ഡപുരാണം എന്താണെന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ചിലർ പറയണു അത് സ്കന്ദപുരാണമാണെന്ന്. നമുക്ക് സാധാരണ ഒരു മാഹാത്മ്യ പ്രഭാഷണം നടത്തുമ്പോൾ ഇതൊന്നും പറയാൻ സമയം കിട്ടില്ല. കാരണം അവിടെ പറയാൻ മാഹാത്മ്യത്തിൻ്റെ കഥയുണ്ടാവും. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഈ ധർമ്മത്തിൽ ഇത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളാണ്. അത്രയും അഗാധമായ ആഴേറി ഒരു മനുഷ്യായുസ് കൊണ്ട് നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയ്ക്കും ഗഹനാണ് സനാതനധർമ്മത്തിൻ്റെ കൈവഴികൾ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു അഭിമാനം അല്ലേ, ഒരു സന്തോഷം. താല്പര്യമുള്ള ഒരാൾക്ക്, ചിലപ്പോൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഈ ലൈവ് കാണുന്ന ഏതെങ്കിലും ഒരാൾക്കോ അല്ലെങ്കിൽ റെക്കോർഡിംഗ് നാളെ കാണുന്ന ഏതെങ്കിലും ഒരാൾക്കോ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് പോകാൻ തോന്നിയാലോ. അപ്പോൾ അതിനുള്ളൊരു പ്രചോദനം എന്നുള്ള നിലയ്ക്കാണ് പറയണം.
ഗണേശപുരാണത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പഴയ ടെക്സ്റ്റുകളിൽ നീലകണ്ഠൻ എന്നു പേരുള്ളൊരു മഹാത്മാവ്, ഒരു ആചാര്യൻ, ഇപ്പം നമ്മൾ ശ്രീധരാചാര്യർ എങ്ങനെയാണോ ഭാഗവതത്തിന് ടീക എഴുതിയിട്ടുള്ളത്, അതേപോലെ നീലകണ്ഠൻ എന്ന് പറഞ്ഞൊരു ആചാര്യൻ, അദ്ദേഹം ശിവപുരാണത്തിന് എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഈ ഗണേശപുരാണത്തിലെ ക്രീഡാഖണ്ഡത്തിൻ്റെ ഏറ്റവും അവസാനം, നമ്മൾ അവസാനത്തെ ദിവസം അത് വായിക്കുക, ആചാര്യൻ ഗണേശ ഗീത എന്ന് പറയും. ഗണപതി ഭഗവാൻ കൊടുക്കുന്ന ഒരു ഗീതോപദേശമാണ്. അതിലും ഈ ക്ഷേത്രജ്ഞ വിഭാഗമൊക്കെ ഉണ്ട്. ശുദ്ധ വേദാന്തം, ശുദ്ധമായ വേദാന്തം, നല്ല അദ്വൈതത്തിന്റെ ചാറിങ്ങനെ എടുത്തിട്ട് കൊടുക്കുകയാണ്. പക്ഷെ ഗുരുനാഥനും വിഷയവും ഗണപതി തന്നെയാണെന്നുള്ളതാണ് അതിൽ രസം. പറയണ ആളും എന്തിനെ പറ്റിയാണോ പറയണത്, ഗീത എങ്ങനെയാ പറയണ ആളും പറയണ വിഷയവും ഒന്ന് തന്നെയല്ലേ. ഭഗവാൻ പരമാത്മാവ് തന്നെയല്ലേ പറയണത് അർജുനന്റെ അടുത്ത്. അതേപോലെ തന്നെ ഇവിടെയും പറയണ ആളും പറയണ വിഷയവും ഒന്നായിട്ടുള്ള ഗീതയുടെ അതേ സ്ട്രക്ചറിലാണ് ഈ ഗണേശഗീത എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഗണേശഗീതയ്ക്ക് ഈ നീലകണ്ഠൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കമൻട്രി ഉണ്ട്, ഒരു ടീകയുണ്ട്. ആ ടീക അതിലത്തെ കുറച്ചതൊക്കെ എടുത്തിട്ട് നമുക്ക് ആ ഗണേശഗീത പറയണ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ആ സമയത്ത്. ഇത് രസം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഇത് പറയുന്നത് ഭൃഗു മഹർഷിയാണ്. സാധാരണ ഭൃഗു മഹർഷി കഥ പറയുന്നതായിട്ട് വേറെ പുരാണങ്ങളൊന്നുമില്ല. ഭൃഗു ഒരു വളരെ വിശേഷ സ്വഭാവമുള്ളൊരു ഋഷിയാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനാണെന്ന് മാത്രമല്ല, അദ്ദേഹം ഈ ത്രിമൂർത്തികളെ വരെ പരീക്ഷിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരാളാണ്. ബ്രഹ്മാവിനെ പരീക്ഷിച്ചിട്ടുണ്ട്, ശിവനെ പരീക്ഷിച്ചിട്ടുണ്ട്, സാക്ഷാൽ ഭഗവാന്റെ നെഞ്ഞത്ത് ചവിട്ടിയിട്ടുണ്ട്. ഈ ശ്രീവത്സം എന്ന് പറയുന്ന മറുക എന്ന് നമ്മളിന്ന് പുകഴ്ത്തുന്നത് വാസ്തവത്തിൽ ഭൃഗുവിൻ്റെ കാൽപ്പാടാ. ഭൃഗു അന്ന് ചവിട്ടിയതാ. അപ്പം മാല ചേർന്നങ്ങോട്ട് ചവിട്ടിയപ്പോൾ നെഞ്ചു മുറിഞ്ഞ് ഒഴുകുക കൂടെ ചെയ്തു. അപ്പോഴാണ് മഹാലക്ഷ്മി ഇറങ്ങിപ്പോയത്. അതിൻ്റെ വടുവാണ് നമ്മൾ ശ്രീവത്സം എന്ന് പറയുന്നത്. ശ്രീവത്സത്തിൻ്റെ ഇന്ന് നമ്മൾ വിഗ്രഹങ്ങളിലൊക്കെ അതൊരു ഇൻവെർട്ടഡ് ട്രയാങ്കിളായിട്ട് കീഴോട്ടൊരു ത്രികോണമായിട്ടാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തിടമ്പിലൊക്കെ നമ്മൾ ഫോട്ടോസ് ശ്രദ്ധിച്ച് നന്നായി സൂം ചെയ്ത് നോക്കിയാൽ മാല ഇല്ലെങ്കിൽ നെഞ്ചിൻ്റെ അവിടെ അത് കാണാം, മാർക്ക് ചെയ്തിട്ടുണ്ടോ വിഷ്ണുവിന്. പക്ഷേ പഴയ കാലത്തെ വിഗ്രഹങ്ങൾ ശരിക്ക് കാൽപാദം ചവിട്ട് കിട്ടിയ മാതിരി തന്നെയാണ് പഴയ ശില്പങ്ങളിലൊക്കെ നാരായണൻ്റെ കാണുക. ഭൃഗുമഹർഷിയുടെ വംശത്തിലുള്ള സാക്ഷാൽ പരശുരാമൻ ജനിക്കുന്നത്. അതുകൊണ്ടാണ് ഭാർഗവരാമൻ എന്ന് അദ്ദേഹത്തിന് പേരും. അനവധി കഥകളുണ്ട്. ദേവി ഭാഗവതത്തിലും ഭൃഗുമഹർഷിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ഒരു റോൾ വരുന്നുണ്ട്. ഭൃഗുമഹർഷിയുടെ ഭാര്യയെ നാരായണന് വധിക്കേണ്ടി വരണേ, കുറച്ചു നേരത്തേക്കെങ്കിലും അവരുടെ പ്രാണൻ എടുക്കേണ്ടി വരണേ ഒരു സന്ദർഭമൊക്കെ ദേവിഭാഗവതത്തിൽ വരുന്നുണ്ട്. എന്നിട്ട് ഭൃഗു ഭഗവാനെ വെല്ലുവിളിക്കുന്ന പോലെയും അങ്ങനെയൊക്കെ വിചിത്രമായിട്ടുള്ള കഥകൾ കാണുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് വസിഷ്ഠ മഹർഷിയാണെങ്കിലും വിശ്വാമിത്രനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അഗസ്ത്യ മഹർഷിയാണെങ്കിലും ഭൃഗു ആണെങ്കിലും ഇതൊരു വംശനാമമാണ്, ഇതൊരു ടൈറ്റിലാണ്, ഒരാളല്ല. അതുകൊണ്ടാണ് ഇവർ അനവധി കാലങ്ങളിലിരിക്കണം. ഇപ്പൊ ശ്രീരാമസ്വാമിയുടെ ഗുരുനാഥനായിരുന്ന വസിഷ്ഠ മഹർഷി അല്ല മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ ദ്രഷ്ടാവായിട്ടുള്ള വസിഷ്ഠ മഹർഷി. അതൊരു കുലമാണ്. ആ കുലത്തിൽ മുതിർന്നു വരുന്ന ആൾക്ക് കൊടുക്കുന്ന ടൈറ്റിലാണ് വസിഷ്ഠ. സമാധിസ്ഥനായിട്ടിരിക്കുന്ന യോഗിക്കൊക്കെ പറയുന്ന പേരാണ് ശാസ്താവ്. അതുകൊണ്ട് ശാസ്താവ് ഏത് യോഗിയും ശാസ്താവ് ആകാം, ആ സ്റ്റേറ്റിലെത്താം. പാറാട്ടുപുഴയിൽ ശാസ്താവ് എന്ന് പറഞ്ഞാൽ വസിഷ്ഠ മഹർഷി, അവിടെ തിരുവള്ളക്കാവിൽ ശാസ്താവ് എന്ന് പറഞ്ഞ വ്യാസമഹർഷിയാണ്. അപ്പോൾ ഇതുപോലെ സ്റ്റാറ്റസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഭൃഗു ആയിരിക്കണം എന്നില്ല അന്ന് പറഞ്ഞിട്ടുള്ള ഭൃഗു, പക്ഷെ ഭൃഗുവാണ് ഇവിടെ കഥ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുക. വിശ്വാമിത്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാമിത്രന്മാരും കൂടെ ഒറ്റ ആളാക്കി മാറ്റിയിട്ട് അദ്ദേഹമാണ് ഗായത്രി മന്ത്രത്തിന്റെ ഋഷി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗായത്രി മന്ത്രത്തിന്റെ ഋഷി എഴുതുമ്പോൾ പ്രത്യേകം എഴുതും ഗാധിനോ വിശ്വാമിത്ര ഋഷി, ഗാധിയുടെ പുത്രനായിട്ടുള്ള വിശ്വാമിത്രനാണെന്ന് കറക്റ്റ് എഴുതും. അതേപോലുള്ള ഡിസ്റ്റിങ്വിഷിംഗ് ഒന്നും ഇവിടെ കാണുന്നില്ലെങ്കിലും ഈ ഭൃഗു മഹർഷി ഏത് യുഗത്തിലാണ് ഈ കഥ പറഞ്ഞു കൊടുത്തത് എന്നൊന്നും ഗണേശപുരാണത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മറ്റു പുരാണങ്ങളിൽ ത്രേതായുഗത്തിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ എന്ന് പറഞ്ഞിട്ടാ പറയാം. പക്ഷെ എന്നാൽ കോർ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതും 12 വർഷത്തൊരു മഹാസത്രം നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് ശൗനകാദികൾ നടത്തുകയാണ്. ശൗനക മഹർഷി തുടങ്ങിയിട്ടുള്ള ഋഷിമാർ നടത്തുമ്പോൾ പതിവ് പോലെ സൂതൻ അവിടെ വരണം. സൂതൻ
എല്ലാ പുരാണങ്ങളും 18 പുരാണവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇനിയും കഥ കേൾക്കണം. കഥ കേട്ട് മതിയായിട്ടില്ല. അപ്പൊ ഇവർ ഇനിയും വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രഥമഗണനീയനായിട്ടുള്ള ഗണപതി ഭഗവാന്റെ കഥയൊന്ന് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതായിട്ട്, ഭൃഗു ഒരു രാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട്, അത് വ്യാസമഹർഷിക്ക് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നതായിട്ട്, ഫ്ലാഷ് ബാക്കിൻ്റെ ഉള്ളിൽ ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് ഈ കഥയും വരുന്നത്. അപ്പൊ ഭാഗവതത്തിലെന്ന് പറഞ്ഞാൽ അനവധി ഫ്ലാഷ് ബാക്കുകളിനകത്തേക്കാണ് കിടക്കുന്നുണ്ടാവുക. ഇവിടെ ഒരു 3 ലെവലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ കൺഫ്യൂഷൻ വരില്ല കഥ പറഞ്ഞു പോകുമ്പോൾ. അപ്പൊ അങ്ങനെ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ടാണ്. എന്തിനാ ഈ നൈമിഷാരണ്യത്തിൽ പോയിട്ട് ഈ കഥ പറയണമെന്നുള്ളത് ഞാൻ പറ്റണ സ്ഥലത്തൊക്കെ പറയാറുണ്ട്. സമയം നിലച്ചു പോകുന്ന സ്ഥലമാണ് നൈമിഷാരണ്യം. കാലചക്രം തകർന്നു വീഴുന്ന സ്ഥലം എന്നാണ് അർത്ഥം. നല്ല കഥ പറച്ചിലുകാരുണ്ടെങ്കിൽ അവിടെ സമയം പോണത് അറിയില്ല. അതാണ് നൈമിഷാരണ്യത്തിന്റെ മഹാത്മ്യം. സൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുകളിൽ ഒരു കഥ പറച്ചിലുകാരനില്ല, അതിഗംഭീരനായിട്ടുള്ള കഥ പറച്ചിലുകാരന്. അപ്പൊ സമയം പോണതോ വർഷങ്ങൾ കടന്നു പോണതോ അറിയില്ല. സമയം നിലച്ചു പോകുന്നതാണ് ഭഗവാന്റെ കഥാശ്രവണം നടക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തിരുന്നിട്ടാണ് ഗണപതി ഭഗവാന്റെ കഥയും പറയണത്. അത് ശിവപുരാണാണെങ്കിലും ദേവീഭാഗവതാണെങ്കിലും ഭാഗവതാണെങ്കിലും എല്ലാ പുരാണങ്ങളിലും ഇതിന്റെ ഒരു സ്റ്റേജ്, എവിടെ പുരാണ പ്രവചനം നടക്കണോ അതാണ് നൈമിഷാരണ്യം എന്ന് മനസ്സിലാക്കിക്കൊള്ളാം എന്നാ പറയാം. അപ്പൊ അങ്ങനെയുള്ള ഈ ഗണേശ പുരാണത്തിനെയും മറ്റു പുരാണങ്ങളുടെ കൂട്ടത്തിൽ തന്നെ സ്മൃതികളുടെ ഭാഗമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. സ്മൃതി ഇച്ചാൽ ഓർത്ത് വെച്ച് പറയേണ്ടത്, ശ്രുതി ഇച്ചാൽ കേട്ട് പഠിച്ച് പറയണത്. അപ്പൊ ശ്രുതി സ്മൃതി പുരാണാനാം ആലയം കരുണാലയം എന്നല്ലേ നമ്മൾ പറയാം അല്ലേ? ഭഗവത്പാദ ശങ്കരം ലോകശങ്കരാ ശ്രുതി സ്മൃതി പുരാണാനാം എന്ന് പറഞ്ഞാണ്, ഓർത്തിട്ടാണ്. അപ്പൊ പണ്ട് ഇതൊക്കെ ഓറലി ട്രാൻസ്മിറ്റഡ് തന്നെയായിരുന്നു, ഓർത്ത് വെച്ച് പറഞ്ഞിരുന്നതാണ്. പണ്ടുണ്ടായ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മുത്തശ്ശിമാരൊക്കെ പറയില്ലേ, പണ്ട് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർത്ത് വെച്ച് പറയണതായതുകൊണ്ട് അത് പുരാണം എന്ന് പറയണം. അതിനുള്ള അത്യാവശ്യം ലക്ഷണങ്ങളൊക്കെ, ഒരു പുരാണത്തിന് വേണ്ട ലക്ഷണങ്ങളൊക്കെ തന്നെ ഗണേശ പുരാണത്തിലൂടെ ഇതിലും സൃഷ്ടിയും ലീലകളും എന്താ പറയുക ധർമ്മശാസ്ത്ര വിവരണങ്ങളും വംശാനുചരിത്രങ്ങളും, അതായത് പല രാജാക്കന്മാരുടെ ചരിത്രങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ സൂചന ആവശ്യത്തിനേ കൊടുത്തിട്ടുള്ളൂ. അതായത് വളരെ വിസ്തരിച്ചിട്ട് അധ്യായങ്ങളായിട്ട് പറയലൊന്നും ഇതിലില്ല. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ എന്താ പറയുക 16-ാം നൂറ്റാണ്ടിൽ ഈ നീലകണ്ഠൻ്റെ ഒരു കമൻ്ററിയിലാണ് ഇത് കണ്ടിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ചരിത്രകാരന്മാർ പറയണത് ഇത് 12-ാം നൂറ്റാണ്ടിൻ്റെയും 16-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിൽ എപ്പോഴാണ് ഇത് എഴുതിയിട്ടുള്ളത് തന്നെ. അതിലും കൂടുതൽ പഴക്കമൊന്നും ഗണേശ പുരാണത്തിൻ്റെ ഇന്നത്തെ ടെക്സ്റ്റിന് ഇല്ല. കാരണം സംസ്കൃതത്തിൻ്റെ ഭാഷ നോക്കുമ്പോഴും ആധുനിക കാലത്തെ സംസ്കൃതമാണ്, അല്ലാണ്ട് വളരെ പഴയ സംസ്കൃതത്തിൻ്റെ സ്വഭാവങ്ങളൊന്നും അതിലങ്ങനെ കാണാനില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കഥ എങ്ങനെയാ തുടങ്ങണമെന്ന് വെച്ചാൽ ബ്രഹ്മാവിൽ നിന്ന് ഉത്ഭവിച്ച് ഈ കഥ വ്യാസനിലേക്ക് വന്ന്, വ്യാസനിൽ നിന്ന് ഭൃഗുവിലേക്ക് വന്ന്, ഭൃഗു ഇത് സോമകാന്തൻ എന്ന് പറയുന്ന ഗുജറാത്തിൽ, ഇന്നത്തെ ഗുജറാത്തിൽ പണ്ടത്തെ സൗരാഷ്ട്രത്തിലുള്ള ഒരു രാജാവിന് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഇത് വരുന്നത്. അതിൻ്റെ ഒരു ഏകദേശ ഘടന പറയാം. ഈ രാജാവ് വളരെ സുഖസമൃദ്ധിയോട് കൂടിയിട്ടാണ് സൗരാഷ്ട്രം ഭരിക്കുന്നത്. നാളെ ആ കഥയാണ് നമ്മൾ വിസ്തരിച്ച് കേൾക്കുക, എന്നാലും ചുരുക്കി പറയണം ഇപ്പോൾ. കാരണം ഇത് തന്നെയാണ് അതിൻ്റെ മഹിമ, അതുകൊണ്ട് അത് പറയേണ്ടി വരണം. മഹാത്മ്യം പറയണമെങ്കിൽ ഇത് ഈ കഥാശ്രവണത്തിൻ്റെ മഹിമയാണത്. അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദിവസം ഒരു തടിപ്പ് വന്നു തൊലിയിൽ. തൊട്ട സെൻസേഷനൊന്നുമില്ല, ഒന്നും അറിയണില്ല തൊട്ട് കഴിഞ്ഞാൽ. ആ തടിപ്പ് പിന്നെ പൊട്ടാൻ തുടങ്ങി, മുറിവായപ്പോഴും വേദനിക്കണില്ല. അപ്പോൾ വൈദ്യന്മാരെ വിളിച്ച് കാണിച്ചു, നോക്കുക പറഞ്ഞു കുഷ്ഠമാണ്, കുഷ്ഠത്തിൻ്റെ തുടക്കമാണ്. വൈകാണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ വന്ന് കാണാൻ കൊള്ളാത്ത അവസ്ഥയും. അതുകൊണ്ട് അദ്ദേഹത്തിന് വലുതായിട്ട് ഇപ്പം ചില മഹാരോഗങ്ങൾ വന്നാൽ വളരെ ഡൈനാമിക്കായിട്ടുള്ള ആൾക്കാർ പോലും അങ്ങനെ ഒതുങ്ങിപ്പോവും. കണ്ടിട്ടുണ്ടോ? ഞാൻ എവിടേക്കും ഇല്ല, എനിക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് മറ്റൊരു മുറിയിൽ അടച്ചിരിക്കും. അതുമാതിരി അദ്ദേഹം മുറിയിൽ അടച്ചിരുന്നു ആദ്യം. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഭാര്യയോടും മക്കളോടും ആരോടും പറയാണ്ട് അദ്ദേഹം അങ്ങോട്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അത് പക്ഷേ മന്ത്രിമാരും ഇവരൊക്കെ കണ്ടുപിടിച്ച് പുറകെ പോയി അദ്ദേഹത്തിനെ പലതും പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുമെങ്കിൽ അദ്ദേഹം പറയും, ഇല്ല, എൻ്റെ ലൈഫ് കഴിഞ്ഞു, എൻ്റെ ജീവിതം ഇങ്ങനെ പോയി, എനിക്ക് ഒരു ജീവിതം ഇല്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ഡ്യൂട്ടി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ഹേമകാന്തൻ എന്ന് പറഞ്ഞ തൻ്റെ മകനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അതിനുശേഷം വീണ്ടും ഭാര്യയായിട്ടുള്ള ഈ സുധർമ്മയും വിളിച്ചുകൊണ്ട്, ഇതിനൊക്കെ നാളെ സമയം കിട്ടുകയാണെങ്കിൽ പറയാം, ഇവരുടെയൊക്കെ പേരുകൾ ശ്രദ്ധിക്കണം, ഇതിനൊക്കെ അർത്ഥമുണ്ട്. സോമകാന്തൻ, ഭാര്യയുടെ പേര് സുധർമ്മ, സോമകാന്തന് കുഷ്ഠരോഗം,
എന്നൊക്കെ ഉള്ളത് ശരിക്കും നമ്മുടെ ജീവിതത്തിലുള്ള ചില തത്വങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 മന്ത്രിമാർ, ഒരാളുടെ പേര് സുബലൻ, മറ്റേയാളുടെ പേര് ജ്ഞാനഗമ്യൻ. നോക്കൂ, മന്ത്രിമാരുടെ പേരുകൾ തന്നെ നോക്കൂ. അറിവിൻ്റെ വഴിയിൽ സഞ്ചരിക്കണവനും നല്ല ബലമുള്ളവനും, ഇത് രണ്ടുമാണ് വേണ്ടത് ഒരു ഭരണാധികാരിക്ക്. ഗതികേടിന് നമ്മുടെ കാലഘട്ടത്തിൽ അതില്ല. അപ്പോൾ ഈ മന്ത്രിമാരും രാജാവിൻ്റെ ഒപ്പം കാട്ടിൽ സുധർമ്മയാകണ ഭാര്യയോടും സുബലനും ജ്ഞാനഗമ്യനുമാകണ മന്ത്രിമാരോടും കൂടിയിട്ട് അദ്ദേഹം കാട്ടിൽ ചെല്ലും. ആ കാടാണെങ്കിൽ ഭയങ്കര ഭംഗിയുള്ളൊരു കാട്. കുഷ്ഠരോഗിയായിട്ട് ഒരാൾ പോകേണ്ട ഒരു പിക്നിക് സ്പോട്ടേ അല്ല, അത്ര ഭംഗിയുള്ളൊരു സ്ഥലം. പക്ഷെ അതൊന്നും എൻജോയ് ചെയ്യാൻ ഇദ്ദേഹത്തിനെ കൊണ്ട് പറ്റണില്ല. അതാണ് ശരീരം നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ശരീരത്തിന് നാശം സംഭവിച്ചാൽ, മനസ്സ് വീണുപോയാൽ എത്ര മനോഹരമായിട്ടുള്ള സിറ്റുവേഷനിലും മനുഷ്യന് സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ള. അങ്ങനെ അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്യുക, ബാക്കിയുള്ളവരൊക്കെ കാടിൻ്റെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം കിട്ടിയ ഒരു മരത്തണലിൽ കിടന്നിട്ട് അവിടെ ഉറങ്ങും. അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങിപ്പോകും. ഈ 2 മന്ത്രിമാരും രാജാവിന് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കണ്ടേ പറഞ്ഞിട്ട് പഴങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവർ കാട്ടിൻ്റെ ഉള്ളിൽ കയറിപ്പോകുന്ന സമയത്ത് ഈ ഭാര്യയായിട്ടുള്ള സുധർമ്മ രാജാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുക. ആ സമയത്ത് കുറച്ച് ദൂരെയായിട്ട് തീ പോലെ തേജസ്സുള്ളൊരു കുട്ടി നിൽക്കുന്നത് കണ്ടു. ഒരു പയ്യൻ, ഒരു 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി നിൽക്കണ കണ്ടു. ആദ്യം ദേവനാണെന്ന് വിചാരിച്ചു, പക്ഷെ മനുഷ്യക്കുട്ടിയാണ്. പക്ഷെ തേജസ് ഇങ്ങനെ തീ പോലെ ഉണ്ട്, അഗ്നി പോലെ ജ്വലിക്കണ ഒരു കുട്ടി. അപ്പോൾ അവരവിടെ നിന്ന് എഴുന്നേറ്റ് ആ കുട്ടിയെ നമസ്കരിച്ചു. അങ്ങ് ആരാണ് എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഭൃഗുവിൻ്റെ പുത്രൻ ചവനനാണ്. ചവന മഹർഷിയായിരുന്നു. ചവനനാണ് ഞാനെന്ന്. അപ്പം നീ എന്താ ഇവിടെ കാട്ടിലിരിക്കണത്, ആരാണ്? ഇങ്ങനെ മുറിവേറ്റ് ഇങ്ങനെ ശരീരം മുഴുവൻ വ്രണങ്ങളാണല്ലോ. അപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഭർത്താവിൻ്റെ അസുഖം മാറ്റാനുള്ളൊരു വരം തരണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനെ വന്ന് കാണൂ എന്ന് മാത്രം പറഞ്ഞിട്ട് കുട്ടി അവിടുന്ന് പോയി. അപ്പോൾ ഭൃഗുവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു. മന്ത്രിമാർ വന്നപ്പോൾ ഭാര്യ രാജ്ഞി ഇതൊക്കെ പറഞ്ഞു. അവർ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഭൃഗുവിൻ്റെ ആശ്രമം കണ്ടു. അവിടെ അദ്ദേഹത്തിനെ, ഈ രാജാവിനെ സ്വീകരിച്ച് മഹർഷി അടുത്ത് പിടിച്ചിരുത്തി. രോഗിയാണെന്നോ ശരീരം ഇങ്ങനെ ചീഞ്ഞ് അളിഞ്ഞിരിക്കുന്ന അവസ്ഥയാണെന്നൊന്നും അദ്ദേഹം നോക്കിയില്ല. മഹാത്മാക്കൾ അങ്ങനെയാണല്ലോ. അങ്ങനെ സോമകാന്തൻ്റെ അടുത്ത് എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കും. ഭൃഗു ത്രികാലജ്ഞാനിയാണെങ്കിലും നമ്മുടെ അറിവിലേക്ക് ഇതൊക്കെ പറയണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ സോമകാന്തൻ അതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറയും. അപ്പോൾ മഹർഷിയുടെ അടുത്ത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, പൂർവ്വജന്മ പാപമാണ്, പൂർവ്വകർമ്മങ്ങളാണ് കാരണം. പൂർവ്വജന്മങ്ങളിൽ നീ ചെയ്തു കൂട്ടിയിട്ടുള്ള തെറ്റുകളാണ് നിന്നെ ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ടുള്ളത് എന്ന് പറയും. പൂർവ്വത്തിൽ നീ ഒരു വൈശ്യനായിരുന്നു, മഹാദ്രോഹിയായിരുന്നു. നിന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ സമയത്ത് നീ ആ അച്ഛൻ്റെ നിയന്ത്രണം കൂടി ഇല്ലാണ്ടായപ്പോൾ വളരെ ദ്രോഹിയായിട്ട് ലോകത്തിലുള്ള സകലവർക്കും ദ്രോഹം ചെയ്യാന്ന് മാത്രമല്ല, ബ്രഹ്മവിത്തുക്കളായിട്ടുള്ള ആൾക്കാരെ പോലും ദ്രോഹിക്കാൻ തുടങ്ങി. സാത്വികരായിട്ടുള്ള ആൾക്കാരെ, സന്യാസിമാരെയും ബ്രാഹ്മണരെയും ഒക്കെ ദ്രോഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീ മാറി. ഒരു കാട്ടിൽ പോയിട്ട് ഇരിക്കുക, ആ വഴി പോകുന്ന ആൾക്കാരെ കൊള്ളയടിക്കുക, ഇങ്ങനത്തെ വളരെ മോശപ്പെട്ടിട്ടുള്ള പ്രവൃത്തികളിൽ തൻ്റെ കുലധർമ്മമായിട്ടുള്ള കച്ചവടം ചെയ്യാണ്ട് പിടിച്ചുപറി തൊഴിലാക്കിക്കൊണ്ട് ജീവിച്ചു നീ. ആ സമയത്ത് ഗുണവർദ്ധൻ എന്ന് പേരുള്ള, പേരുപോലെ തന്നെയുള്ള ഗുണങ്ങളുള്ളൊരു ബ്രാഹ്മണൻ, ഒരു സാത്വികനായിട്ടൊരാൾ ആ വഴിക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിന് കയറി പിടിച്ച് അദ്ദേഹത്തിനെ കൊള്ളയടിക്കാൻ നോക്കുക, കൊല്ലാനൊക്കെ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വളരെ ശാന്തനായിട്ട് അനുനയവാക്കൊക്കെ പറഞ്ഞ് ശാന്തനാക്കാൻ നോക്കി. നിന്നെന്നുണ്ടെങ്കിലും നീ വളരെയധികം ദ്രോഹം അദ്ദേഹത്തിന് ചെയ്തു. അത് നിനക്കൊരു ശാപം കിട്ടാൻ കാരണമാക്കി. ആ ശാപവും മേടിച്ച്, അതായത് നീ ഇതിനൊക്കെ അനുഭവിക്കും എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ ആയി. വർഷങ്ങൾ കടന്നുപോയി, നിനക്ക് പ്രായമായി കഴിഞ്ഞപ്പോൾ നീ പശ്ചാത്തപിച്ചു. ഞാൻ ഇങ്ങനത്തെ തെറ്റൊക്കെ ചെയ്തല്ലോ. അജാമിളനുണ്ടായ പശ്ചാത്താപം പോലെ. അജാമിളന് നാരായണനാമം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായത് പശ്ചാത്താപമാണ്. നാരായണനാമം കേട്ട് കഴിഞ്ഞ ഉടനെ കാറ് വന്നിട്ട് വൈകുണ്ഠത്തിൽ കൊണ്ടുപോയിട്ടില്ല. സെക്കൻഡ് ചാൻസാണ് കൊടുക്കണം. ഭഗവാൻ എല്ലാവർക്കും ഒരു സെക്കൻഡ് ചാൻസ് തരുന്നുണ്ട്. അതുകൊണ്ട് അജാമിളൻ ഹരിദ്വാരത്തിൽ പോയി തപസ് ചെയ്ത് മുക്തി നേടിയെന്നാണ്. അതേപോലെ ഈ വ്യക്തിക്കും അങ്ങനെ ഒരു വീണ്ടും വിചാരം ഉണ്ടായിരുന്ന കാലത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് യാദൃശ്യമായിട്ട്, ആ കഥ നാളെ വിസ്തരിക്കാം, തകർന്നു കിടക്കണ ഒരു ഗണപതിയുടെ അമ്പലം പുനരുദ്ധരിക്കാനുള്ള ഭാഗ്യം കിട്ടി. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമദാനവും ധനവും തൻ്റെ കയ്യിൽ ഈ പിടിച്ചു പറിച്ചെടുത്ത പൈസയാണെങ്കിലും അതൊക്കെ ചെലവഴിച്ചു അദ്ദേഹം അതിന് വേണ്ടിയിട്ട്. വൈകാണ്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ജനിച്ചല്ലേ പറ്റൂ, പ്രാരബ്ധകർമ്മങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ വിധാതാവ് ഒരു ചോദ്യം ചോദിച്ചു, നീ ഈ ഗണപതിയുടെ ഒരു അമ്പലം പുനരുദ്ധരിച്ചുകൊണ്ട് നിനക്കൊരു ഓപ്ഷൻ തരാം.
അതിൻ്റെ പുണ്യം ആദ്യം അനുഭവിക്കണോ അതോ ചെയ്ത തെറ്റുകളുടെ ദോഷം ആദ്യം അനുഭവിക്കണോ, പാപങ്ങൾ ആദ്യം അനുഭവിക്കണോ ചോദിച്ചപ്പോൾ ആത്മാവല്ലേ പേടിച്ചിട്ട് പറഞ്ഞു എനിക്ക് പുണ്യം അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് സോമകാന്ത നീ രാജാവായിട്ട് ജനിച്ചത് അതുകൊണ്ടാണ്. ആ പുണ്യത്തിൻ്റെ കാലം കഴിഞ്ഞു, ഇനി നീ കുഷ്ഠരോഗം അനുഭവിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ എന്താ പറയുക, സോമകാന്തൻ നമ്മുടെ കാലഘട്ടത്തിൽ പോലെ തന്നെ കയ്യിലിരിപ്പ് എത്ര മോശമാണെങ്കിലും ജ്യോത്സ്യൻ്റെ അടുത്ത് വരും, അല്ലെങ്കിൽ മഹാത്മാക്കളുടെ അടുത്ത് വരും, അല്ലെങ്കിൽ കുടുംബത്തുള്ളവരെന്നെ പറയും നിൻ്റെ ആ പഴയ കയ്യിലിരിപ്പാണ് കേട്ടോ അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശത്രുവായിട്ട് കാണും. അല്ലേ? നല്ലത് പറഞ്ഞു കൊടുക്കണവനെ ശത്രുവായിട്ട് കാണുന്ന സ്വഭാവമാണ്. സോമകാന്തനും ഉള്ളിൽ നീരസം ഉണ്ടായത്. ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനത്തെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ അങ്ങ് ചുമ്മാ ഭാവനാസൃഷ്ടി കൊണ്ട് പറയുകയാണ് എന്ന മട്ടിൽ പറഞ്ഞു. ഭൃഗുമഹർഷിക്ക് ദേഷ്യമൊന്നും വന്നില്ല. കാരണം ഇയാൾ അല്ലെങ്കിലേ അവശനല്ല, ഇനി ഇയാളെ എന്ത് ശപിക്കാനാ, അയാളെ ശപിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ അദ്ദേഹം പറയും അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് യഥാർത്ഥമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ നിമിഷത്തിൽ സോമകാന്തൻ്റെ മനസ്സിലാ ധാർഷ്ട്യം, ഈ മഹർഷി പറയണത് അബദ്ധം, വെറുതെ എന്നെ കൊണ്ട് കുറച്ച് ലക്ഷം രൂപയ്ക്ക് ഹോമം കഴിപ്പിക്കുക, പരിഹാരം കഴിപ്പിക്കാനൊക്കെ ആയിരിക്കും എന്നൊക്കെ കരുതണമായി. അങ്ങനെ വിചാരിച്ചിട്ട് അവിടുന്ന് എഴുന്നേക്കാൻ പോയ സമയത്ത് എവിടുന്നോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കറുത്ത പക്ഷികൾ, ഇരുമ്പിൻ്റെ കൊക്കുകളുള്ള പക്ഷികൾ വന്ന് അദ്ദേഹത്തിൻ്റെ മാംസം, ആ വ്രണങ്ങൾ കൊത്തിപ്പറിക്കാൻ തുടങ്ങി. വ്രണങ്ങൾ കൊത്തിപ്പറിക്കാൻ തുടങ്ങി. അദ്ദേഹം അങ്ങോട്ട് ഭയന്ന സമയത്ത് മഹർഷി ഹുങ്കാരം പുറപ്പെടുവിച്ചു. ഹും എന്ന് പറഞ്ഞിട്ട് നമ്മളെ അസ്ത്രത്തിന് കൊടുക്കണതിന് മുമ്പ് മന്ത്രത്തിൽ പറയുമല്ലോ, ആ ശബ്ദം പുറപ്പെടുവിച്ച് ആ പക്ഷികളെയൊക്കെ ഭസ്മാക്കി എന്നാ പറഞ്ഞത്. അങ്ങനെ അവര് ആ പക്ഷികളൊക്കെ അവിടെ ഈ വീണ് കഴിഞ്ഞപ്പോൾ സോമകാന്തന് മനസ്സിലായി തൻ്റെ തെറ്റെന്താന്ന് മനസ്സിലായിട്ട് ഭൃഗുമഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ ആദ്യം പോയിട്ട് ആ കാണുന്ന ജലാശയത്തിൽ സ്നാനം ചെയ്തിട്ട് വാ. ആ സ്നാനം ചെയ്ത സമയത്ത് കയറി വന്ന ഉടനെ ഭൃഗുമഹർഷി തൻ്റെ കമണ്ടലിൽ ഒന്ന് ജലം എടുത്തിട്ട് ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം 108 പ്രാവശ്യം ചൊല്ലിയിട്ട് അദ്ദേഹത്തിൻ്റെ ശിരസ്സിൽ തെളിച്ചപ്പോൾ കണ്ടാൽ ഭയം തോന്നുന്ന രാക്ഷസാകാരമായിട്ടുള്ളൊരു പാപപുരുഷൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തു നിന്ന് പുറത്തേക്ക് അടിയുന്നു. അവൻ അലറി അട്ടഹസിച്ചിട്ട് അങ്ങോട്ട് നിന്ന സമയത്ത് മഹർഷിയെ കണ്ടപ്പോൾ വണങ്ങി എനിക്ക് സ്ഥാനം കാണിച്ചതാ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ബാധ ഒഴിപ്പിക്കുമ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. അവരെ വെറുതെ പുറത്തേക്ക് ഇറക്കിയിട്ട് കാര്യമില്ല, അതിനുള്ള ആണിയിൽ പിടിച്ചടിക്കണതും ഒരു സ്ഥാനം കൊടുക്കണം. പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിനെയും വഴിയാധാരാക്കരുത്, അത് പിശാചാണെങ്കിൽ പോലും. അതാണ് അതിൻ്റെ ധർമ്മം, ആണ് തന്ത്രത്തിലും നമ്മളൊരു സ്ഥാനം കൊടുത്തിട്ട് അവിടെ ഇരുത്തണം, അല്ലാണ്ട് വെറുതെ പിടിച്ച് തറയ്ക്കലല്ല അത്. പാപപുരുഷൻ ചോദിച്ചു ഞാൻ എവിടെ ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു മരം കാണിച്ചു കൊടുത്തു, ആ മരത്തിൽ പ്രവേശിച്ചോളാൻ പറഞ്ഞു. പാപപുരുഷൻ അതിൽ കയറി വിടുന്ന മരം കത്തി ചാമ്പലായിട്ട് ഭസ്മായി പോയി. അതായത് ഈ വ്യക്തി ഇനിയുള്ള കാലം അനുഭവിക്കേണ്ടിയിരുന്നത് മുഴുവൻ ആ ഒരു നിമിഷം മരം അനുഭവിച്ചു, അത് കത്തി ചാമ്പലായി പോയി. പക്ഷെ കത്തി ചാമ്പലായ നിമിഷത്തില് ശരീരം സ്വർണമയമായി തീർന്നു എന്നാണ്. സോമകാന്തി ശരിക്കുണ്ടായി. ചന്ദ്രനോളം കാന്തിയുള്ളവനാണല്ലോ സോമകാന്തൻ. അല്ലെങ്കിൽ നമുക്ക് മറ്റർത്ഥങ്ങൾ പറയാന്നുണ്ടെങ്കിലും അങ്ങനെ ഈ ശരീരത്തിന് ഈ പാപപുരുഷന്മാർ പോയി കഴിഞ്ഞപ്പോൾ രാജാവ് വിചാരിച്ചു തൻ്റെ പാപങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പോയി, താൻ സുഖപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ മഹർഷി പറഞ്ഞു ഇല്ല, അതിൻ്റെ വിത്തുകൾ വാസനാരൂപത്തിൽ നിൻ്റെ ഉള്ളിലുണ്ട്, അത് പോകാൻ ഗണേശപുരാണം ശ്രവിക്കണം, ഞാൻ തന്നെ നിനക്കത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കണം. അത് ഈ എന്താ പറയുക, കഥ പറഞ്ഞു തുടക്കുമ്പോൾ അദ്ദേഹം ബ്രഹ്മദേവനെയും വ്യാസമഹർഷിയും നമസ്കരിക്കുകയാണ്. എന്നിട്ട് പറയുക പണ്ട് ഇത്രയും പുരാണങ്ങൾ വേദങ്ങൾ ഇതൊക്കെ എഴുതി വ്യാസൻ, പക്ഷെ എന്നും തടസ്സങ്ങളായിരുന്നു അദ്ദേഹത്തിന് എന്തു ചെയ്യുമ്പോഴും. അപ്പോൾ ബ്രഹ്മദേവൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഞാൻ പുരാണ രചനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ എന്നും തടസ്സമാണ്, അത് മാറാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഗണപതിയെക്കുറിച്ചിട്ട് അവിടുന്ന് ഒന്നും എഴുതാത്തത് കൊണ്ടാണ് അങ്ങേക്ക് തടസ്സങ്ങൾ വരണതെന്ന് ബ്രഹ്മാവ് ഉപദേശിക്കുകയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഗണപതി ഭഗവാനെ കുറിച്ച് എഴുതുക, അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം എന്താ, അതിൻ്റെ കഥകൾ എന്താ, ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് ഇതൊക്കെ വ്യാസമഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഇതിൻ്റെ പൂർവ്വകഥ. മഹാഭാരതം എഴുതാനുള്ള ഉദ്യമിക്കുന്ന സമയത്ത്
ഇതിലുള്ളതല്ല. ആ ഗണപതി ഭഗവാനെ മനസ്സിൽ വ്യാസമഹർഷിക്ക് ആരെ സ്മരിക്കണോ അവരെ കിട്ടുന്നതാണ്. അവരെ അപ്പം അവിടെ കാണാൻ സാധിക്കും. സ്വന്തം മകന് ഉപനയനം പൂണൂലിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഏറ്റവും അർഹതയുള്ള ഏറ്റവും മഹാനായിട്ടുള്ള ഗുരു വേണം തൻ്റെ മകനെ ഉപനയനം ചെയ്യിക്കാൻ ആഗ്രഹിച്ചിട്ട് മഹാദേവനെയാണ് സ്മരിച്ചത്. അതിൻ്റെ മുകളിലൊരു ഗുരു ഇല്ലല്ലോ. അപ്പോൾ സാക്ഷാൽ പരബ്രഹ്മം ഭഗവാൻ തന്നെ ശ്രീപരമേശ്വരൻ വന്നിട്ടാണ് മടിയിലിരുത്തി വസ്ത്രം കൊണ്ട് മറിച്ച് ബ്രഹ്മോപദേശം ചെയ്തത്. ഗായത്രി മന്ത്രം ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നത് ശുഗമഹർഷിക്ക്. ആ മന്ത്രോപദേശം കിട്ടിയ മാത്രയിൽ ബ്രഹ്മനിഷ്ഠനായി നിന്ന്. അതുകൊണ്ടാണ് തീർത്ഥാടനത്തിന് പോകുമ്പോൾ മകനെ എന്ന് പറഞ്ഞ് പുത്ര എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പ്രപഞ്ചം മുഴുവൻ തിരിഞ്ഞു നിന്നിട്ട് വിളി കേട്ടു. ഭാഗവതത്തിന്റെ ശ്ലോകങ്ങളിലുണ്ടല്ലോ, ആദ്യത്തിൽ നമ്മൾ പുത്രേതി എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ടല്ലേ. അതേപോലെ ഇവിടെ പുത്രേതി തന്മയതയാ എന്ന് പറഞ്ഞ തന്മയത്വം സംഭവിക്കുകയാണ്. മകനും പ്രപഞ്ചവും തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് ശുഗനല്ലാത്ര വിളി കേട്ടത്. സകല ചരാചരങ്ങളും എന്താ അച്ഛാന്ന് ചോദിച്ചു നമുക്ക് വ്യാസമഹർഷി കണ്ണീരണിഞ്ഞ് നിൽക്കുന്ന രംഗങ്ങളിൽ ഒന്നതാണ്. ദേവി ഭാഗവത്തിൽ സ്വന്തം അമ്മ കാലങ്ങള് തന്നെ പെറ്റിട്ടപ്പോ താൻ അപ്പൊ തന്നെ വളർന്നു വലുതായി. അപ്പൊ തന്നെ അമ്മ പറഞ്ഞു, അമ്മ ചോദിക്കണ കേൾക്കുകയാണ്, തന്നെ ഒന്നെടുത്ത് ലാളിക്കുക മുല കൊടുക്കുക പോലും ചെയ്യേണ്ട സത്യവതി പറയാണ് ഞാൻ എന്നും കന്യകയായിരിക്കണമെന്ന് അച്ഛനോട് വരം ചോദിക്കണ കേട്ടിട്ട് മനസ്സ് തകർന്നു പോയവനാണ്. തിരിഞ്ഞു പോലും നോക്കാണ്ട പോയി. അപ്പൊ പറഞ്ഞു, അമ്മ എന്ന് ആഗ്രഹിക്കണോ അന്ന് ഞാൻ വരാം. വാസ്തവത്തിൽ ജനിച്ച ഉടനെ അമ്മയുടെ പെരുമാറ്റമാണ് വ്യാസമഹർഷിയിൽ വൈരാഗ്യം ഉണ്ടാക്കിയത്. സ്വന്തം അമ്മയുടെ പെരുമാറ്റം. എന്നിട്ട് ആഗ്രഹിച്ചിരുന്നു അത്രേ, അമ്മ വിളിക്കുന്ന ദേവിഭാഗവത്തിൽ കാണാൻ നമുക്ക്. എന്നിട്ട് അമ്മ എന്നെ വിളിച്ചു പറയുക, എന്നെ വിളിച്ചു. എന്തിന്? അമ്മ എന്നെ വിളിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മ പറയണ, നിന്റെ അനിയന്മാരുടെ ഭാര്യമാരിൽ പുത്രോത്പാദനം നടത്തുകയെന്ന് എന്നോട് അധർമ്മം പറയാനാണ് എൻ്റെ അമ്മ വിളിച്ചതെന്ന്. അപ്പൊ വീണ്ടും എൻ്റെ മനസ്സ് തകർന്നു. അതുകൊണ്ട് ഒരു മകനുണ്ടാവണം എന്ന് ആഗ്രഹിച്ച് ഞാൻ ദുഃഖിച്ചു. അമ്മയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ദുഃഖിച്ചു. അതുകൊണ്ട് വൈരാഗ്യം വളർത്തുന്നതിൻ്റെ ആവശ്യകത എന്താ? എനിക്ക് പോലും ഈ പരീക്ഷണങ്ങളെ കടക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള വ്യാസമഹർഷിയാണ് ഇവിടെ ഗണപതി ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുന്നത്. സ്മരിച്ച് പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ ഗണപതി ഭഗവാൻ വന്നു, അനുഗ്രഹിച്ചു. എന്തിനാ അങ്ങനെ വിളിച്ചോ ചോദിച്ചു. പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ആശയമുണ്ട്, ഒരു പുസ്തകത്തിൻ്റെ, എനിക്കത് കേട്ട് എഴുതാൻ ഒരാൾ വേണം, അത് ഏറ്റവും ഉത്തമനായിട്ടുള്ള ആളായിരിക്കണം. എന്തിനാ ഗണപതിയെ വിളിച്ചത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാരണമാണ്, നിർവികാരനായിരിക്കണം. വികാര വിക്ഷോഭം പാടില്ല ഗ്രന്ഥരചനയുടെ സമയത്ത്. എഴുതിയെടുക്കുന്ന ആള് സ്റ്റാൻഡ് എടുക്കരുത്. മനസ്സിൽ പോലും ഞാൻ കൗരവപക്ഷത്താണ് പാണ്ഡവപക്ഷത്താണെന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം എഴുത്തിലത് വരും. നിർവികാരനായിട്ടുള്ള ശുദ്ധബുദ്ധി വേണം അത് എഴുതിയെടുക്കാനാണ്, ആലേഖനം ചെയ്യാൻ. ശുദ്ധബുദ്ധി കൊണ്ട് ആലേഖനം ചെയ്യപ്പെട്ട ഏക ഗ്രന്ഥമാണ്. അതെന്താ ശുദ്ധബുദ്ധി? സ്വന്തം ഒടിച്ച കൊമ്പ് എടുത്തിട്ടാണ് ചെയ്തത്. അഹങ്കാരത്തിൻ്റെയാണ് ആ ഒടിഞ്ഞ കൊമ്പ്. അവനവന്റെ അഹങ്കാരത്തിനെ അടിയറവ് വെച്ചിട്ട് വേണം സരസ്വതി ഉപാസന നടത്താൻ. അങ്ങനെയാണ് ആ ഗ്രന്ഥം എഴുതുന്നത്. അത് എഴുതുന്നതിന് മുമ്പ് ഭഗവാൻ ഒരു കണ്ടീഷൻ വെച്ചു, ഞാൻ തുടങ്ങിയാൽ പെന്ന് എടുക്കില്ല കടലാസെന്ന്, എടുത്താൽ ഞാൻ നിർത്തും, അതുകൊണ്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഭഗവാൻ അത് പറയണതിന് കാരണം അദ്ദേഹത്തിന്റെ സിദ്ധി അതാണ്. ഭഗവാൻ സാക്ഷാൽ ഗണപതിയല്ലേ. ശുദ്ധബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം അനുസ്യൂതമായിട്ട് അതിലേക്ക് ഹോമിച്ചുകൊണ്ടിരിക്കാം അറിവിനെ. അതിനൊരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ എടുത്ത വഴിക്ക് മഹർഷി പറഞ്ഞു, അങ്ങയുടെ വ്യവസ്ഥ എനിക്ക് സമ്മതമാണ്, പക്ഷെ എനിക്കൊരു എളിയ വ്യവസ്ഥയുണ്ട്. അതെന്താ എന്ന് ചോദിച്ചു. ഞാൻ പറയണതിൻ്റെ ഒക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അങ്ങ് എഴുതാൻ പാടുള്ളൂ എന്നാണ്. അതായത് ദഹിക്കണം പൂർണ്ണമായിട്ടും, കത്താതെ കിടക്കരുത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വ്യാസമഹർഷി പറയാൻ തുടങ്ങി. ഗണപതി ഭഗവാൻ എഴുതി അവസാനിപ്പിച്ചത് വ്യാസമഹർഷി പറഞ്ഞു നിർത്തിയിട്ട് 6 മാസം കഴിഞ്ഞിട്ടത്രേ എഴുതി. കാരണം ഇത് കേൾക്കുക, സ്റ്റോർ ചെയ്യുക, അർത്ഥം ചിന്തിക്കുക. കാരണം അത്ര ഗഹനായിട്ടുള്ള അർത്ഥങ്ങൾ. അങ്ങനെയുള്ള ആ ഭഗവാനെ കുറിച്ചിട്ടാണ് ഇവിടെ വ്യാസമഹർഷി ബ്രഹ്മദേവന്റെ എന്ന് ഈ കഥാരൂപത്തിൽ കേട്ടതെന്നാ പറയണം. അങ്ങനെ ബ്രഹ്മാവ് ഈ കഥ പറഞ്ഞു കൊടുക്കണു. ഗണേശനെ ഉപാസിക്കുന്നത് വഴി എങ്ങനെ പുരാണരചനയിൽ വരുന്ന തടസ്സങ്ങളെ അതിജീവിക്കാമെന്നും പറഞ്ഞു കൊടുക്കുകയാണ്. സോമകാന്തൻ ഇത് മുഴുവൻ ശ്രദ്ധയോടുകൂടിയിട്ട് വ്യാസന്റെയും ഗണേശന്റെയും പൂജ ചെയ്തിട്ട്, അതായത് രണ്ടുപേരെയും പൂജ കഴിച്ചു. ബ്രഹ്മദേവനെയും മനസ്സിൽ പൂജ കഴിച്ച് ഈ കഥാശ്രവണം നടത്തുകയാണ്. അങ്ങനെ ആ കഥ കേക്കെ വാസനകളൊക്കെ നശിച്ച് അദ്ദേഹത്തിന്
ദിവ്യമായിട്ടുള്ള ശരീരം, ജീവൻ മുക്തി തന്നെ എന്ന് പറയാം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ദിവ്യദേഹം കിട്ടിയ അവസ്ഥയും. അങ്ങനെ കിട്ടിയ സമയത്ത് എവിടുന്നോ ഒരു വിമാനം വരുന്നുണ്ട്, ആകാശമാർഗം. ഒരു വിശേഷമായിട്ടുള്ളൊരു ദേവവിമാനം വന്നിട്ട് അദ്ദേഹത്തിനെ ഈ ദേവനഗരം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സൗരാഷ്ട്രത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ മുകളിൽ കൂടെ കൊണ്ടുപോയിട്ട് ആ സ്ഥലമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് മോക്ഷത്തെ കൊടുക്കുന്നത് പറയുന്നവിടെയാണ് ഗണേശ പുരാണം ശ്രവിക്കണേൻ്റെ മഹിമയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് പുരാണം പറയൽ തന്നെയാണ് അതിൻ്റെ മഹിമ. അതുകൊണ്ടാണ് ഞാൻ അതിനെ ചുരുക്കി ഒന്ന് പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഇതാണ് ഈ ഗണേശ പുരാണത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു കോർ തീം, ഒരു സെൻട്രൽ തീം എന്ന് നമ്മൾ പറയണത്. ഇതിൽ 100 കണക്കിന് എന്താ പറയുക കഥകൾ, ഉപകഥകൾ, ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഭഗവാൻ ശ്രീഗണേശ്വരനാണ് പരബ്രഹ്മം എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയണു. അത് ചില സ്ഥലങ്ങളിൽ ത്രിമൂർത്തികൾ തന്നെ ഗണപതിയെ ആശ്രയിച്ച കഥകൾ, ഗണപതിക്ക് അവരുടെ മേലുള്ള അധീശത്വം, ഇതൊക്കെ പറയുന്നുണ്ട്. മധുകേടവന്മാരെ വധിക്കുന്ന സമയത്ത്, അതേമാതിരി പരശുരാമൻ്റെ അവതാരത്തിൽ, അതേപോലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് താരകാസുരനെ വധിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഗണേശ പൂജ ചെയ്തതിന് ശേഷം മാത്രമാണ് വിജയം വന്നത് എന്ന് പറയണു. ത്രിപുരദഹനത്തിൻ്റെ സമയത്ത് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ ഗണപതിയെ പൂജിച്ചപ്പോഴാണ് ത്രിപുരദഹനം സാധിച്ചത് എന്നുള്ള കഥയൊക്കെ പറയണു. ഇതെല്ലാം കൂടാതെ വളരെ മനോഹരമായിട്ട് ഉള്ള 46-ാമത്തെ അധ്യായത്തിൽ ഗണേശ സഹസ്രനാമം വരും. അതേപോലെ 62ഉം 67ഉം അധ്യായങ്ങളിലായിട്ട് ദൂർവാ മഹാത്മ്യം, കഥ കറുകയുടെ മഹാത്മ്യം വിസ്തരിച്ചു വരും. അനലാസുരൻ്റെ കഥയൊക്കെ വരുന്ന അപ്പോഴാണ്. അതേപോലെ അവസാനത്തിൽ ഗണേശ ഗീത വരും. അതുകൊണ്ട് ഗണപതി ഭഗവാന്റെ, അത് മാത്രമല്ല ഗണപതി ഭഗവാന്റെ അനവധി വ്രതങ്ങൾ, കാര്യസാധ്യത്തിന് ലൗകികമായിട്ടും ആധ്യാത്മികമായിട്ടുമുള്ള അനവധി ഫലങ്ങൾ കിട്ടാനുള്ള അനവധി വ്രതങ്ങൾ, ഉപാസനകൾ, മന്ത്രങ്ങൾ, സ്തോത്രങ്ങൾ, ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹര ഗ്രന്ഥമാണ്, ദിവ്യ ഗ്രന്ഥമാണ് ഗണേശപുരാണം. ഇതിനെ 2 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഒരു ഗ്രന്ഥം ഈശ്വരന്മാരെ കുറിച്ച് പറയുമ്പോൾ എന്താ വെച്ചാൽ ആദ്യം അവരുടെ വീരചരിത്രങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അവരെ എങ്ങനെ ആരാധിക്കുക എന്ന് പറയുക. ഗണേശപുരാണം നേരെ റിവേഴ്സാ. ആദ്യം ഉപാസനാഖണ്ഡാണ്, ഭഗവാനെ എങ്ങനെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാന്റെ ലീലകൾ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഗണപതി എപ്പോഴും ആദ്യം ആരാധിക്കുക വേണ്ട. ഗണപതി ആരാധിച്ചിട്ടേ ഗണപതിയുടെ കഥാശ്രവണം പോലും നടക്കാൻ പാടുള്ളൂ. ഗണപതി ഹോമം നടക്കുമ്പോഴും അങ്ങനെയാണല്ലോ, ആദ്യം ഗണപതിക്ക് പൂജിച്ചിട്ടാണ് ഗണപതിക്ക് പിന്നെയും നമ്മൾ കൊടുക്കുന്നത് അല്ലേ. ഗണപതി ഹോമത്തിന് പോലും ഗണപതിക്ക് കൊടുത്തിട്ടേ ഗണപതിക്ക് കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെയല്ലേ. അപ്പോൾ അതേപോലെ ഉപാസനാഖണ്ഡമാണ് ആദ്യം വരുന്നത്, അതിനുശേഷമാണ് ക്രീഡാഖണ്ഡം വരുന്നത്. ഈ ഉപാസനാഖണ്ഡത്തിൽ 92 അധ്യായങ്ങളാണ്, 4093 ശ്ലോകങ്ങൾ വരും. രണ്ടാമത്തെ ക്രീഡാഖണ്ഡത്തിൽ 155 അധ്യായങ്ങളും 6986 ശ്ലോകങ്ങളും. അതായത് ഒന്നിൽ 4093 ശ്ലോകംസ്, മറ്റൊന്നിൽ 6986 ശ്ലോകംസ്. മക്കൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഇനി മലയാളം പെട്ടെന്ന് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ അത്യാവശ്യം വലിയ പുരാണമാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്ന് വെച്ചാൽ ഭാഗവതത്തിൻ്റെ അത്രയോ അല്ലെങ്കിൽ സ്കന്ദപുരാണത്തിൻ്റെ അത്രയോ അല്ലെങ്കിൽ ശിവപുരാണത്തിൻ്റെ അത്രയോ ഒന്നും വലിപ്പമുള്ള ഇതുമല്ല. എങ്ങനെയാണെങ്കിലും 11,079 ശ്ലോകങ്ങളാണ്. ഭാഗവതം 18,000 ശ്ലോകങ്ങൾ, ശിവപുരാണം 24,000 ശ്ലോകം, ദേവി ഭാഗവതം 18,000 ശ്ലോകം, അങ്ങനെയാണ് കണക്ക്. ഇവിടെ 11,079 ശ്ലോകങ്ങളിലായിട്ട് വിസ്തരിച്ച് പറഞ്ഞു. ഇതിൽ ഞാനിനി ഒരു നമ്മുടെ ഇതിൻ്റെ വിഷയങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. സപ്താഹക്രമമായിട്ട് നമ്മൾ പറയണ സമയത്ത് 1-ാം ദിവസം നാളെ വരുന്ന പ്രധാന ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂതനും ശൗനകാദി മഹർഷിമാരും തമ്മിൽ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ടുള്ള സംവാദത്തിൽ തുടങ്ങും. അവിടുന്ന് സോമകാന്തൻ്റെ ചരിത്രം പറയാൻ തുടങ്ങും. ഭൃഗു മഹർഷിയെ സോമകാന്തൻ കണ്ടുമുട്ടുന്നതും അവരുടെ സംവാദം. എന്നിട്ട് ഈ ദിവ്യദേഹം കിട്ടുന്നതിന് മുമ്പ്, ആ പുരാണശ്രവണം തുടങ്ങുന്ന മുമ്പ് വരെയുള്ള പറഞ്ഞിട്ട് ബ്രഹ്മാവും വ്യാസമഹർഷിയും തമ്മിലുള്ള സംവാദത്തെ പറയും. അതിനുശേഷം ഏകാക്ഷരത്തിലുള്ള ഗണപതി മന്ത്രവും 6 അക്ഷരമുള്ള ഗണപതി മന്ത്രത്തിൻ്റെയും മഹിമ പറയും. മള്ളിയൂർ ക്ഷേത്രത്തിൽ ഭഗവാൻ ഏകാക്ഷര ഗണപതിയാണ് അല്ലേ, അങ്ങനെയല്ലേ. ഒറ്റ അക്ഷരം കൊണ്ടാണ് ഭഗവാനെ ഇവിടെ അർച്ചിക്കുന്നതും ഉപാസിക്കുന്നതും. ഏകാക്ഷര ഷഡക്ഷര മന്ത്രങ്ങളുടെ മഹിമ പറഞ്ഞതിന് ശേഷം ഒരവതാരം വരും. രസം എന്താ വെച്ചാൽ ഈ ഗണേശപുരാണത്തിലെ എല്ലാ ദിവസവും ഭഗവാന്റെ ഓരോ അവതാരം. സാധാരണ നമുക്ക് അവതാരം എന്നൊക്കെ പറയാൻ വ്യത്യാസമായിട്ടല്ലേ ഉണ്ടാവും. ഇത് അങ്ങനെയല്ല, ഇത് എല്ലാ ദിവസവും അവതാരമാണ്. അപ്പം ഗജാനന അവതാരമാണ് നാളത്തെ അവതാരം. ത്രിമൂർത്തികൾ ഗജാനനെ കാണുന്നത് നോക്കൂ. ഗജാനനൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. അതാണ് ആദ്യത്തെ അവതാരമായിട്ട് കൊടുത്തിരിക്കുന്നത്. ബ്രഹ്മത്തെ തിരിച്ചറിയുക,
പ്രപഞ്ചത്തിൽ സകല വസ്തുക്കളിലും ബ്രഹ്മത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പം ത്രിമൂർത്തികളുടെ ആ ഗജാനന ദർശനം മനോഹരമായിട്ടൊരു സ്തുതി വരും. ഒരു സ്തുതിയുണ്ട് നാളെ, അത് ആചാര്യൻ നാളെ അത് പാരായണം ചെയ്യും. മധുകൈടവ ചരിത്രം വരും. മധുകൈടവന്മാരുടെ ചരിത്രം ഇല്ലാത്ത പുരാണമില്ലല്ലോ. കാരണം എന്താ? അഹങ്കാരവും മമതയും സൃഷ്ടിയിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അവരുടെ രൂപത്തിലാണ്. അഹങ്കാരവും മമതയാണ് എല്ലാ കാലത്തും കുഴപ്പം. അവർ പിന്നെയും ജനിച്ചിട്ടുണ്ട്. ജയവിജയന്മാര് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായപ്പോഴും രാവണനും കുംഭകർണനായപ്പോഴും ശിശുപാലനും ദണ്ഡഭക്തനായപ്പോഴും ഒക്കെ ഇപ്പോഴും ഈ അഹങ്കാരവും മമതയും കൊല്ലാനാണ് നമ്മൾ നടക്കുന്നത്. അതിനുശേഷം സിദ്ധിക്ഷേത്രം എന്ന് പറയുന്ന ഒരു ദിവ്യക്ഷേത്രത്തിൻ്റെ, അതൊരു ദിവ്യപ്രദേശത്തിൻ്റെ കഥനം വരണം. അതിനുശേഷം വിശ്വാമിത്രനും ഭീമൻ എന്നു പേരുള്ളൊരു രാജാവും തമ്മിലുള്ള സംവാദം. അതിനുശേഷം ബല്ലാല വിനായകൻ എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു വിശേഷ രൂപമുണ്ട്. ബല്ലാല, നമ്മൾ കുട്ടികൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ അറിയും. മറ്റേ നമ്മുടെ ബാഹുബലി സിനിമയിൽ വല്ലാലദേവൻ എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല? അതന്നെ. അപ്പോൾ അതേ ഇതാണ് ഭല്ലാലൻ എന്നാണ് പറയുക. ഭല്ലാല വിനായക ചരിത്രം എന്ന് പറയും. പിന്നെ അതിനുശേഷം രുഗ്മാംഗതൻ്റെ ചരിത്രം വരുന്നു. അതിനുശേഷം അഹല്യയെ ഇന്ദ്രൻ പ്രാപിച്ചതും ഗൗതമശാപം വന്നതുമായിട്ട് ഉള്ള ഭാഗം പറഞ്ഞ് ഇന്ദ്രന് മോക്ഷം, ആ ശാപത്തു നിന്നുള്ള മോക്ഷം കിട്ടണ വരെയാണ് 33 അധ്യായങ്ങളാണ് നാളെ 1-ാം ദിവസം നമ്മൾ പറയാം. 2-ാം ദിവസം വരുന്നത് ചിന്താമണി തീർത്ഥം എന്ന് പറയുന്ന തീർത്ഥത്തിൻ്റെ വർണ്ണന, ഗൃത്സമതൻ എന്ന് പറഞ്ഞ മഹർഷിയുടെ കഥ, ത്രിപുര ചരിത്രം, അത് ത്രിപുരദഹനം വരും. അന്ന് പഞ്ചമുഖ വിനായകാവതാരം വരും. അത് ശത്രുനാശത്തിന് വളരെ വിശേഷമാണ്. അത് കേൾക്കുന്നത് ആ ദിവസം ഉള്ള പുഷ്പാഞ്ജലി അർച്ചനകൾക്കൊക്കെ ശത്രുസംഹാര സ്വഭാവമാണ്. 5 മുഖമുള്ള ഗണപതിയുടെ ജനനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ താന്ത്രികമായിട്ട് പഞ്ചമുഖ ഹനുമാന്റെ അതേ സ്വഭാവമാണ് ഈ പഞ്ചമുഖ വിനായകന്. അത് ആ ദിവസം കുറച്ച് വിസ്തരിച്ച് പറയാൻ ശ്രമിക്കാം. പുരാണത്തിൽ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് അറിഞ്ഞാൽ വളരെ, നമ്മൾ പ്രത്യേകിച്ച് ഗൃഹസ്ഥർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഭാവമാണ് ഭഗവാന്റെ. പിന്നെ ഗണേശൻ എന്ന് ഭഗവാന് പേരിട്ട കഥ പറയണു. ഭഗവാൻ എങ്ങനെയാണ് പേര് കിട്ടിയത്? ഗണേശന്റെ സഹസ്രനാമം വരണു. ഇപ്പൊ നേരത്തെ ആചാര്യം വായിച്ചത് അതാണ്. ത്രിപുര ദഹനം പറയണു. ഗണേശ വിഗ്രഹങ്ങൾ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് പൂജിക്കണം, എന്തിനാണ് ഗണേശനെ മണ്ണുകൊണ്ടുണ്ടാക്കി പൂജിക്കേണ്ടത്, അത് പറയണു. അതിനുശേഷം ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി വിനായക ചതുർത്ഥിയുടെ വ്രതകഥ വരണു. ശിവപാർവതിമാരുടെ സംയോഗം പറയണു. ഭൂശുണ്ഡി എന്ന് പറഞ്ഞ മഹർഷിയുടെ ചരിത്രം, സംകഷ്ട ചതുർത്ഥി വ്രതം അത് വരുന്നു. അങ്കാരക ചതുർത്ഥി വ്രതം, ചൊവ്വാഴ്ചകളിൽ ചതുർത്ഥി വരുന്ന ദിവസത്തേനാണ് അങ്കാരക ചതുർത്ഥി എന്ന് പറയുന്നത്. കടം മാറാനൊക്കെ വളരെ വിശേഷമാണത്. അതിനുശേഷം ദൂർവാ മഹാത്മ്യം, കറുകയുടെ മഹാത്മ്യം, ആ ചെറിയൊരു ചെടി മണ്ണിൽ ഇങ്ങനെ വളരണം, അതിൻ്റെ ശക്തി എന്താണ് എന്ന് പറയണു. അനലാസുരനെ ഭഗവാൻ ഭക്ഷിച്ച കഥ വരണു. ജനകന്റെ അഹങ്കാരം നശിപ്പിച്ച കഥ 2-ാം ദിവസം. 3-ാമത്തെ ദിവസം സംകഷ്ട ചതുർത്ഥിയുടെ ആ വ്രതം എങ്ങനെ പൂജിക്കണം, എങ്ങനെ ആരാധിക്കണം, അതെങ്ങനെ ആചരിക്കണം എന്നൊക്കെ പറയണു. അതിനുശേഷം കാർത്തവീര്യാർജുനന്റെ, കൃതവീരൻ്റെയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൃതവീരൻ്റെയും മകൻ കാർത്തവീര്യാർജുനൻ്റെയും കഥകൾ പറയണു. ഗജാനനന്റെ മഹാത്മ്യം പറയണു. അതിനുശേഷം പരശുരാമന്റെ ചരിത്രം, ഭാർഗവരാമ ചരിത്രം വരുന്നു. മയൂരേശ ക്ഷേത്രം എന്ന് പറയുന്ന ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു പുണ്യതീർത്ഥത്തിന്റെ ഒരു കഥ വരും. അതിനുശേഷം സുബ്രഹ്മണ്യ സ്വാമിയുടെ അവതാര 3-ാമത്തെ ദിവസം, സ്കന്ധാവതാരം. അപ്പോൾ വിശേഷമായിട്ട് അർച്ചന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോൾ നാളെ ഇവിടെ ദേവസ്വത്തിൽ നിന്ന് അറിയിക്കും. അപ്പോൾ നിങ്ങൾക്ക് വഴിപാടുകൾ ചീട്ടാക്കാവുന്നതാണ്. അതേ ദിവസം തന്നെയാണ് സമൃദ്ധിയുടെ ദേവനായിട്ടുള്ള ലക്ഷ്മി ഗണപതിയുടെ അവതാരം പറയുന്നത്. ലക്ഷ്മി വിനായക അവതാരം വരും. അത് സരസ്വതി മഹാലക്ഷ്മിയുടെ ശ്രീഭഗവതിയുടെ ബീജാക്ഷരത്തോടും ഗണപതി ഭഗവാന്റെ ബീജാക്ഷരത്തോടും കൂടി ചേർന്നിട്ടുള്ള വളരെ വിശേഷമായിട്ടുള്ളൊരു ഭാവമാണ്. അതിനൊരു താന്ത്രികമായിട്ടുള്ളൊരു അർത്ഥം ഉണ്ട്. മഹാവിഷ്ണു തന്നെയാണ് ഗണപതി എന്ന് പല പുരാണങ്ങളിലും കാണാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ആ സമയത്ത് പറയാം. അതുകൊണ്ട് ലക്ഷ്മി വിനായക അവതാരം വരും. അതിനുശേഷം ഭഗവാന്റെ 12 വിശേഷനാമങ്ങൾ, പ്രണമ്യ ശിരസാദേവം, ഗൗരീപുത്രം വിനായകം, ഭക്താവാസം സ്മരനിത്യം, ആയുകുമാർത്തസിദേവരുടെ പ്രഥമം വക്രതുണ്ടശ്ച ഏകദന്തം ദ്വിതീയകം, തൃതീയം കൃഷ്ണപിങ്കാക്ഷം, ഗജവക്ത്രം ചതുർത്ഥകം, ലംബോദരം വംശവംശ, ഷഷ്ടം വികടമേവച, സപ്തമം വിഘ്നരാജശ്ച, ധൂമ്രവർണം തഥാഷ്ടമം, നവമം ഭാലേന്ദ്രസ്തു, ദശമം വിനായകം, ഏകാദശം ഗണപതിം, ദ്വാദശം ചു ഗജാനനം എന്ന് പറഞ്ഞ ഗജാനനം എന്നുള്ളതാണ് 12-ാമത്തെ നാമം. ഈ 12 നാമങ്ങൾ കൊണ്ടുള്ള പുഷ്പാഞ്ജലി, ആ 12 നാമങ്ങളുടെ ഉച്ചാരണം, അതിൻ്റെ സ്തോത്രപഠനം, ഇതൊക്കെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ളവർക്കും ഉപാസകർക്കും ഒക്കെ എങ്ങനെ എന്തൊക്കെ ഫലങ്ങൾ തരും, എന്തൊക്കെ ഗുണം ചെയ്യും, ഇത് ഇന്നിന്ന രീതിയിൽ പ്രയോഗിച്ചാൽ എന്തൊക്കെ കിട്ടും എന്നൊക്കെ വിസ്തരിച്ച് പറയണം. അതിനുശേഷം നരാന്തക ദേവാന്തകന്മാരുടെ കഥ, അതൊരു കഥാപാത്രങ്ങളാണ്. നമ്മൾ സാധാരണ പുരാണങ്ങളിൽ കാണുന്നവരായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. ഇന്നേ വരെ കേൾക്കാത്ത പേരുകളും ഗണേശപുരാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ചരിത്രം പറയും. അതിനുശേഷം വിനായകൻ ആരാണ് ഞാൻ പറഞ്ഞിരുന്നു. നായകനില്ലാത്തവനാ വിനായകൻ. അവൻ്റെ മുകളിൽ ഒരു ലീഡർ ഇല്ല.
പുള്ളിയാണ് ലീഡർ. മൂപ്പരുടെ മുകളിൽ വേറൊരു ലീഡർ ഇല്ലാത്തതുകൊണ്ട് നായകൻ ഇല്ലാത്തതുകൊണ്ട് അതേമാതിരി മഹോത്കടൻ എന്നുള്ള ഭാവത്തിന്റെ ബാലലീല, പഞ്ചമൂർത്തികളുടെ ഭഞ്ജനം, ഇന്ദ്രന്റെ അഹങ്കാര ശമനം, ഭ്രാമരി എന്ന് പറയുന്ന ഒരു എന്താ കൃത്യ അഥവാ ഒരു പിശാചിനിയുടെ, അവിടെ ഭ്രാമരി ദേവിയല്ല, ഭ്രാമരി അമ്മയുണ്ട്, ആ ദേവിയല്ല, ഒരു പിശാചിനിയുടെ വധം ഭഗവാൻ ചെയ്തതും പറയും. 4-ാമത്തെ ദിവസം വിനായകൻ എന്നുള്ള തത്വത്തിന്റെ നിരൂപണം, ശുക്ലഭരദാനം എന്ന് പറയുന്ന ഒരു ഗണ്ഡം, ഭഗവാന്റെ ഒരു ഭോജന വർണ്ണന, വിനായക ഭോജനം. അന്നാണ് വാമനാവതാരം വരുന്നത്. വാമനാവതാരമുണ്ട് 4-ാം ദിവസം. അതിനുശേഷം മഹാബലിയുടെ ചരിത്രം പറയും. ഹേരംബ ഗണപതിയുടെ അവതാരം വരും. ശമീപത്രത്തിന്റെ മഹാത്മ്യം, ശമീവൃക്ഷത്തിന്റെ മഹാത്മ്യം, കുലദേവതയായിട്ട് പ്രതിഷ്ഠിക്കുന്നതാണ് ശമീവൃക്ഷത്തിന്. എപ്പോഴും ശമീവൃക്ഷത്തിലാണ് പാണ്ഡവന്മാർ അവരുടെ ആയുധമൊക്കെ എടുത്തിട്ട് അജ്ഞാതവാസക്കാലത്ത് എടുത്തു വെക്കണം. ബൃഹന്നള പോയിട്ട് ശമീവൃക്ഷത്തിൽ കയറിയിട്ടാണല്ലോ ഈ ആയുധം താഴെ ഇറക്കണയൊക്കെ. എപ്പോഴും പരദേവത, കുലദേവതാ സാന്നിധ്യം വളരെയധികം. അപ്പോൾ ശമീപത്രത്തിന്റെ മഹാത്മ്യം പറയുന്നുണ്ട്. ഭഗവാന് വളരെ പ്രിയമാണ് ശമീപത്രം. പിന്നെ ദുരാസദന്റെ കഥ പറയും. ഡുണ്ടി വിനായകന്റെ അവതാരം ആ ദിവസം വരും. പിന്നെ ദിവോദാസന്റെ കഥ വരും. കാശി രാജാവായിരുന്നു. കാശി നഗരത്തിന്റെ പ്രാധാന്യത്തിന്റെ കഥ വരണം അന്നാണ്. ഗണേശന്റെ ലോകം എങ്ങനെയിരിക്കും, ഇപ്പൊ വൈകുണ്ഠം വർണ്ണന, കൈലാസ വർണ്ണന, അതൊക്കെ പോലെ ഗണേശലോക വർണ്ണന ആ ദിവസം വരും. സ്വാനന്ദപ്രാപ്തി വർണ്ണനം എന്ന് പറയുന്ന ബ്രഹ്മാനന്ദത്തിന്റെ പ്രാപ്തിയെ സൂചിപ്പിക്കുന്ന ഒരു കഥ വരും. നരകാന്തകൻ എന്ന് പറയുന്ന ഒരു അസുരനെ വധിച്ച കഥ 4-ാം ദിവസം വേറോട് അന്നത്തെ അവസാനിക്കും. 5-ാമത്തെ ദിവസം നരകാന്തകന്റെ ഒപ്പമുള്ള സഹോദരനായിട്ടുള്ള ദേവാന്തകനെ വധിച്ച ആ യുദ്ധം, ബുദ്ധിവിജയം, സിദ്ധി പരാജയം, ബുദ്ധി ജയിച്ചതും സിദ്ധി പരാജയപ്പെട്ടതായിട്ടുള്ള കഥകൾ, ഇതൊക്കെ സിംബോളിക് കഥകളാണ്. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളെ കഥാരൂപത്തിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ സിന്ധുവിന്റെ ഉൽപ്പത്തി വർണ്ണന, പിന്നെ ഗൗരി മന്ത്രത്തിനെ കിട്ടുന്നത്, ഗൗരിയുടെ മന്ത്രോദ്ധാരം, മയൂരേശന്റെ അവതാരം, അതുമാതിരി ഭഗവാന്റെ ഈ മയൂരേശനായിരിക്കുമ്പോൾ ഭഗവാന്റെ ബാലലീല, ഗണേശ കവചം വരുന്നത് 5-ാം ദിവസമാണ്. അന്ന് ഭഗവാന്റെ വിശ്വരൂപ ദർശനം വരും. ഈ കവചം കഴിയുമ്പോൾ എപ്പോഴും ഏത് കവചവും നമുക്ക് ബ്രഹ്മബോധം ഉണ്ടാക്കാനാണ്. എല്ലാ വസ്തുക്കളിലും, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ രോമകൂപങ്ങളിലും, ഓരോ അംഗത്തിലും, ഓരോ കോശങ്ങളിലും ഈശ്വരനെ ന്യസിക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ ശരീരവും ഈ കാണായ പ്രപഞ്ചവും ബ്രഹ്മഭാവനയോടുകൂടി കാണാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ നാരായണ കവചാണെങ്കിലും ശിവകവചാണെങ്കിലും ഗണേശ കവചാണെങ്കിലും. അതുകൊണ്ടാണ് ഗണേശ കവചം പറഞ്ഞ ഉടനെ വിശ്വരൂപ ദർശനം വരണത് അവിടെ. അതിനുശേഷം ഗൗതമ മഹർഷിക്ക് സംഭവിച്ച ഒരു മായാമോഹത്തിനെ കുറിച്ച് പറയും. പിന്നെ ഗൗരി അതിഥിയുടെ ഒരു വിവാദം, അവർ തമ്മിലുണ്ടായ ഒരു കലഹം വരും. മയൂരേശന്റെ ഒരു കഥ വരുന്നു. ശേഷമതഭംഗം, കമലാസുരന്റെ വധം, ഇത്രയും 5-ാം ദിവസം. 6-ാം ദിവസം ബ്രഹ്മാവിന് മോഹനം, ബ്രഹ്മമോഹനം എന്ന് പറയും. ബ്രഹ്മാവിന് മോഹത്തെ സംഭവിക്കുന്നത്, ഇന്ദ്രന്റെ ഗർവം മാറ്റുന്നത്. ഇന്ദ്രന്റെ ഗർവം വെച്ചാൽ ഇന്ദ്രൻ വെച്ചാൽ മനുഷ്യ മനസ്സാണ്. അപ്പോൾ ഇന്ദ്രന്റെ ഗർവം ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് ആ ഇന്ദ്രഗർവഭംഗം വരും. യമനെ ജയിച്ചത്, അത് മരണത്തെ ജയിക്കാം. മനസ്സിനെ അഹങ്കാരം മാറ്റുമ്പോഴാണ് അമരത്വം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തത് യമവിജയം വരും. അതിനുശേഷം ഭഗവാൻ കല്യാണത്തിനായിട്ട് പുറപ്പെടുക. ഇതിൽ ഗണപതിക്ക് കല്യാണമുണ്ട്. സാധാരണ ഗണപതിക്ക് കല്യാണം ഇല്ല എന്നാണ് പറയുക. ഗണപതിയുടെ വിവാഹോത്സവം വരുന്നത് 6-ാം ദിവസമാണ്. ഭഗവാൻ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള യാത്ര ആരംഭിക്കുന്നു. സിന്ധു സൈന്യമായിട്ടുള്ള യുദ്ധം, സപ്താസുരന്മാരെ 7 അസുരന്മാരെ വധിച്ചത്, ധർമാധർമ്മ നിഗ്രഹം, പിന്നെ കൃതാന്താസ്ത്ര ദഹനം, സിന്ധു മോക്ഷം, അതിനുശേഷം സിദ്ധി ബുദ്ധി പരിണയം. സിദ്ധിയും ബുദ്ധിയും ഭഗവാൻ വിവാഹം ചെയ്തു. ഭഗവാന് വിവാഹം കഴിച്ചിട്ടുള്ള അനവധി രൂപങ്ങളുണ്ട്. ശക്തി മടിയിലിരുത്തിയിട്ട് മംഗളദായകനായിട്ട് ഇരിക്കുന്ന വല്ലഭഗണപതി എന്ന് പറയുന്നൊരു മനോഹരമായിട്ട് രൂപമുണ്ട്. അത് താന്ത്രികമായിട്ട് ശ്രീവിദ്യയിൽ വളരെ പ്രധാനമാണ്. ഗുപ്തഭാവത്തിൽ പൂർണ്ണനഗ്നനായിട്ടിരിക്കുന്ന ഉച്ഛിഷ്ട ഗണപതിയുണ്ട്. ശക്തിയോട് കൂടിയിട്ട് മദ്യപിച്ച് ഉന്മത്തനായിട്ടിരിക്കുന്ന ഭാവമാണ്. മദ്യം നേദിക്കാൻ ഗണപതിക്ക് വിധിയുള്ള ഏക ഭാവമാണ്. സന്ധ്യയ്ക്ക് ശേഷമേ പാടുള്ളൂ. കയ്യിലെടുത്തിട്ടോ ശുദ്ധമായിട്ടോ ഒന്നും കൊടുക്കരുത്. ഒക്കെ എച്ചിലാക്കിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അത് കൈകൊണ്ട് വാരിയെ നേദിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് ഉച്ഛിഷ്ട ഗണപതിക്ക്. ഉച്ഛിഷ്ട ഗണപതിയുടെ ആ ഭാവം സൂചിപ്പിച്ച് പോകുന്നുണ്ട് അവിടെ. അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് ആ കാലത്ത് അതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. പൊതുജനം അങ്ങനെ അറിയരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കണം. ഉച്ഛിഷ്ട ഗണപതിയെ ശരിക്കും എന്തിനാ ആരാധിക്കുക വെച്ചാൽ ദാമ്പത്യകലഹം ഇല്ലാണ്ടാക്കാനാണ്. സമന്വയത്തിന് വേണ്ടിയിട്ടും സമവായത്തിന് വേണ്ടിയിട്ടും ഏത് സംഘടനകളിലും ചെയ്യാം. അതേമാതിരി ദമ്പതികൾക്ക് വളരെ വിശേഷമാണ് ഉച്ഛിഷ്ട ഗണപതിയുടെ ഉപാസന. പക്ഷെ ഉപാസിക്കുന്നത് വളരെ സൂക്ഷിച്ചിട്ട് വേണം എന്നുള്ളതാണ്. ഭഗവാന്റെ മറ്റു രൂപങ്ങളുടെയൊക്കെ നിറം അധികവും കുങ്കുമത്തിൻ്റെ നിറമാണ്. അമ്മയുടെ ശരീരത്തിൽ നിന്നെടുത്ത കുങ്കുമത്തിൻ്റെ, ഇത് മാത്രം ഇരുണ്ട കാർമേഘത്തിൻ്റെ നിറമാണ് ഉച്ഛിഷ്ട ഗണപതിക്ക്. വളരെ സൂക്ഷിച്ച് ഉപാസിക്കേണ്ട ദേവനാണ്. പെട്ടെന്ന്
എന്താ പറയുക പ്രസാദിക്കുകയും ചെയ്യും. അപ്പം അതിനെ ഒന്ന് സൂചിപ്പിച്ചു പോണു. മയൂരേശൻ സ്വന്തം ഗൃഹത്തിലേക്ക് ഭാര്യമാരെ കൂട്ടി പോകുന്നത് പറഞ്ഞു. സിന്ദൂരോൽപത്തി വർണ്ണനം പറഞ്ഞു. അതിനുശേഷം ഭഗവാന്റെ വാഹനമായിട്ടുള്ള മൂഷകന്റെ തത്വം എന്താന്ന് വർണ്ണിക്കണം. അത് വെറും എലിയല്ല എന്ന് പറഞ്ഞു. സിന്ദൂരവധം പറഞ്ഞു. 7-ാം ദിവസം പ്രധാനപ്പെട്ടത് ഫിലോസഫിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ 6 ദിവസവും കഥ പറച്ചില്ല. മറ്റ് ഭാഗവതമൊക്കെ പോലെ നമുക്ക് ഒരുപാട് തത്വങ്ങളിലേക്ക് എല്ലാ ദിവസവും പോകേണ്ട ആവശ്യം വരുന്നില്ല. 7-ാമത്തെ ദിവസമാണ് തത്വം വരണത്. അന്നത്തെ പ്രധാന ഭാഗങ്ങൾ ഭഗവാൻ ഗീത ഉപദേശിക്കുന്നതാണ്, ഗണേശ ഗീത. അതിൽ യോഗ നിരൂപണം, കർമ്മസന്യാസ യോഗങ്ങൾ, അതായത് ഈ കർമ്മം ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ മാർഗം, സന്യാസത്തിൻ്റെ മാർഗം. കർമ്മസന്യാസം എന്ന് പറഞ്ഞാൽ രണ്ടും ചേർന്നിട്ടുള്ളത് ഫലത്യാഗം ചെയ്തുകൊണ്ട് കർമ്മം ചെയ്യുന്നതാണ് കർമ്മസന്യാസം. അത് ചെയ്തിട്ടുള്ളത് യോഗവൃത്തിയുടെ പ്രശംസ, യോഗമാർഗത്തിൻ്റെ മഹിമ, ബുദ്ധിയുടെ യോഗം, ഉപാസനയുടെ യോഗം, വിശ്വരൂപം കാണിക്കുന്ന യോഗം, ക്ഷേത്രജ്ഞ വിവേകം യോഗം. അതായത് ശരീരം എന്താ, ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആരാണ് വേർതിരിച്ചറിയാനുള്ള എന്തൊക്കെ തത്വങ്ങളുണ്ടോ അതൊക്കെ പറഞ്ഞിട്ട് ദൈവീ പ്രകൃതി യോഗം, പ്രകൃതിയായിട്ട് കാണുന്നതും അതിൻ്റെ അന്തര്യാമയായിട്ടിരിക്കുന്ന വസ്തുവിനെ എങ്ങനെ തിരിച്ചറിയണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. പിന്നെ പ്രകൃതിയുടെ 3 വിഭാഗങ്ങളെ പറഞ്ഞു കൊടുക്കണം. അതിനെ ത്രൈവിധ്യ പ്രകൃതി നിരൂപണം എന്ന് പറയും. പിന്നെ വ്യാസാനുഗ്രഹം, സിദ്ധിക്ഷേത്ര പറഞ്ഞ വ്യാസമഹർഷിക്ക് അനുഗ്രഹം കിട്ടിയ സിദ്ധിക്ഷേത്രത്തിനെ പറയണം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞോടുകൂടിയിട്ട് വ്യാസമഹർഷിയുടെ പോർഷൻ വരെ പറഞ്ഞു നിർത്തി. വ്യാസമഹർഷിയുടെ വിഗ്രഹങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം മാറ്റിക്കൊടുത്തു ഭഗവാൻ ആ ഗണേശ പുരാണ രചന ചെയ്തപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഭൃഗു സോമകാന്തന് ഈ യജ്ഞം എന്താ പറയുക പരിസമാപ്തിയാക്കി അനുഗ്രഹിക്കുന്നു. അതോടുകൂടിയിട്ട് സോമകാന്തന് ഈ പറഞ്ഞമാതിരി ദിവ്യദേഹം കിട്ടി, അദ്ദേഹത്തിന് മുക്തി ലഭിക്കുന്നു. അതിനുശേഷം സോമകാന്തൻ പോയതിനു ശേഷം മനോഹരമായിട്ടുള്ളൊരു ഭാഗം വരുന്നുണ്ട്. അതാണ് അവസാന ഭാഗം. ശരിക്ക് ഫലശ്രുതിക്ക് തൊട്ടു മുമ്പ്, അവസാനം ഫലശ്രുതിയാണ്, ഫലശ്രുതിക്ക് മുമ്പുള്ള ഭാഗം. എന്നെങ്കിലും നിങ്ങൾ കാശിയിൽ പോവുകയാണെങ്കിൽ കാശിയിലുള്ള 56ഓളം വിനായകന്മാരുണ്ട്. ആ ഗണപതിമാരുടെ മുഴുവൻ വർണ്ണനയാണ് കാശിയിലെ ആവരണ വിനായക വർണ്ണനം എന്ന് പറയും. നല്ല രസമാണ്. ഈ ഓരോ അമ്പലവും അന്വേഷിച്ച് കണ്ടുപിടിച്ച്, ഗൂഗിൾ മാപ്പൊക്കെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകാൻ നല്ല രസമാണ്. എല്ലാവരും സ്വയംഭൂവാണ്, എല്ലാവരും സ്വയംഭൂവാണ്. വളരെ വലിയ വലിയ വിഗ്രഹങ്ങളാണ്, ചെറിയ വിഗ്രഹമൊന്നുമില്ല, ഒക്കെ പാറക്കല്ലുകളാണ്, വലിയ പാറകളാണ്. അതിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഫോർമേഷൻസ് ആയിട്ടാണ് ഉള്ളത്. ഈ ആവരണ വിനായകന്മാരെന്ന് പറയും കാശിയിലെ, അവരുടെ വർണ്ണനയാണ്. അത് കേൾക്കുന്നത് തന്നെ മോക്ഷമാണെന്നാണ് പറയാം അവരുടെ കഥ. അതും പറഞ്ഞിട്ട് ഫലശ്രുതിയും പറഞ്ഞിട്ടാണ് 7-ാം ദിവസം 25-ാം തീയതി നമ്മൾ ഉച്ചയോട് കൂടിയിട്ട് യജ്ഞം സമർപ്പിക്കുക. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് എന്താ പറയുക ഗണേശ പുരാണത്തിനൊരു മുഖവുരയായിട്ട് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ആ ഗണേശ പുരാണത്തിൻ്റെ ആ മാഹാത്മ്യ പ്രഭാഷണത്തിനെ പൊന്നുഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് വള്ളിയൂർ ഗണപതി ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ഗണപതി ഭഗവാനെ, വള്ളിയൂർ ഭഗവാനെ, സർവേശ്വര ഗുരുനാഥ